السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രം, ആ ഒരു പരമ്പരയ്ക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗം മുതൽ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. വിശുദ്ധ പ്രവാചകന്റെ സമ്പൂർണമായിട്ടുള്ള ജീവചരിത്രം അസീറത്തുൻ നബവിയ്യ, അതിന്റെ ആമുഖ ഭാഗമാണിത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. ആദ്യത്തിൽ ഈ ഒരു ഭാഗം, അതേപോലെ തന്നെ തുടർന്ന് വരുന്ന 1, 2, 3 ഭാഗങ്ങളിൽ അതിന്റെ ഒരു ആമുഖം എന്നോണം ഈ ഒരു ഭാഗത്ത് നമ്മൾ അതിന്റെ പ്രാധാന്യം, അതായത് സീറ നമ്മൾ പഠിക്കുന്നതിന്റെ പ്രാധാന്യം, അതോടൊപ്പം തന്നെ അതിന്റെ ശ്രേഷ്ഠത, അതോടൊപ്പം അതിന്റെ സ്രോതസ്സുകളാണ് ഈ ഒരു ആമുഖ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. കൂടുതൽ മുഖവരിയില്ലാതെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, അതിന്റെ ഭാഷയിൽ സീറത്തുൻ നബവിയ്യ അല്ലെങ്കിൽ സീറ എന്നുള്ള പദം കൊണ്ടാണ് നമ്മൾ വിഭജിക്കാറുള്ളത്. ഭാഷയിൽ നമുക്കറിയാം, സാറ യസീർ എന്ന് വെച്ചാൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ യാത്ര ചെയ്യുക എന്നാണ് അർത്ഥം. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സീറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മസീർ എന്ന് വെച്ചാൽ നടക്കുക എന്നാണ് അർത്ഥം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാളുടെ സീറ അല്ലെങ്കിൽ അയാളുടെ ജീവചരിത്രം അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി യാത്ര ചെയ്യുക, സഞ്ചരിക്കുക, നടക്കുക എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന പദം കൊണ്ട് വിഭജിക്കാനുള്ള കാരണം, യഥാർത്ഥത്തിൽ ഒരാളുടെ ജീവചരിത്രം നമ്മൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ അയാള് പിന്നിട്ട ജീവിത വഴികളിലൂടെ നമ്മൾ അയാളെ അന്വേഷിച്ചിറങ്ങുകയാണ്. അയാളുടെ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ അയാളുടെ കാലടികൾ നമ്മൾ പിന്തുടരുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു പദം ആ ഒരു രൂപത്തിൽ ഉപയോഗിക്കാനുള്ള കാരണം. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അതിനെ സീറത്തുൻ നബവിയ്യ എന്നാണ് പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ പ്രവാചകന്റെ ആ ഒരു വഫാത്ത് വരെയുള്ള ആ സമ്പൂർണമായിട്ടുള്ള ജീവചരിത്രം, അതാണ് സീറത്തുൻ നബവിയ്യ. എന്തിനാണ് നമ്മൾ അത് പഠിക്കുന്നത്? എന്താണ് അതിന്റെ പ്രാധാന്യം? പല രൂപത്തിലായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അത് കേവലം ഒരു ചരിത്രമായിട്ട് അതിനെ വായിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകളുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ ജീവിച്ച ഒരു ശ്രദ്ധേയമായിട്ടൊരു വ്യക്തിത്വം, ഒരു സൂപ്പർമാൻ എന്നുള്ള നിലയ്ക്ക് അതിനെ നോക്കുന്ന അല്ലെങ്കിൽ അതിനെ പഠന വിധേയമാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളിൽ നിന്നും, അതായത് ചരിത്രത്തിൽ ജീവിച്ച ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ശ്രദ്ധേയമായിട്ടൊരു വ്യക്തിത്വം എന്നതിനെല്ലാം അതെല്ലാം മാറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പ്രവാചകന്റെ സീറ നമ്മൾ പഠിക്കുന്നത് അത് നമ്മുടെ ജീവിതമാണ്. അതായത് നമ്മുടെ ജീവിത രൂപരേഖയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മളൊരു ജോലിക്ക് ചേരുന്ന സന്ദർഭത്തിൽ നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ അവിടെ മാനേജർ നമുക്കൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ തരാറുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ജോലി, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായിട്ട് രൂപരേഖ ആദ്യത്തെ ദിവസം നിങ്ങളുടെ ബോസ് നൽകും. അതേ രൂപത്തിൽ നമ്മൾ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വീണത് മുതൽ നമ്മുടെ ബോസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ജീവിത രൂപരേഖ അല്ലെങ്കിൽ ഭൂമിയിലുള്ള നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതം. അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ചാകണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ വായിക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്. ആ ഒരു ജീവിതത്തെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യേണ്ടതും നമ്മുടെ ജീവിതത്തിലേക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെല്ലാം ആ ഒരു ജീവിതത്തെ മുന്നിൽ വെച്ചാകണം. അതാണ് നമുക്ക് നൽകപ്പെട്ട പെർഫെക്റ്റ് റോൾ മോഡൽ. അതായത് ചുരുക്കത്തിൽ നമ്മുടെ ജീവിതം വാർത്തെടുക്കേണ്ട അച്ചാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 50-ലധികം വചനത്തിൽ പ്രവാചകനെ പിന്തുടരാൻ വേണ്ടി നമ്മോട് നിരന്തരം ആഹ്വാനം ചെയ്യാനുള്ള കാരണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന,
തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട്, പെർഫെക്റ്റ് റോൾ മോഡൽ ആ പ്രവാചകനിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ റോൾ മോഡലാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുകരിക്കേണ്ടത്. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ചെറുപ്പം മുതൽ അനുകരണശീലമുള്ളവനാണ്. അപ്പൊ പറയാറുണ്ട്, മാൻ ഈസ് ഇമിറ്റേറ്റീവ് ക്രിയേച്ചർ. മനുഷ്യൻ അനുകരിക്കപ്പെടുന്ന ജീവിയാണ്. ഇപ്പൊ ചെറുപ്പത്തിലൊരു കുട്ടിയെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ, ജനിച്ചു വീണത് മുതൽ കുട്ടി പിതാവിന്റെ ചലനം, സംസാര രീതി, അത് മാതാപിതാക്കളുടെ ആ ചലനവും സംസാര രീതിയെല്ലാം അപ്പടി പകർത്താനാണ് കുട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നതിനേക്കാൾ അവര് നമ്മളെയാണ് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയാറുള്ളത്, ഏറ്റവും നന്നായിട്ട് അനുകരിക്കുന്നവരാണ് കുട്ടികൾ, അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലതിനെ നിങ്ങൾ അവർക്ക് അനുകരിക്കാനായിട്ട് നൽകുക എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അനുകരിക്കാനുള്ള ആ ഒരു ത്വര എന്നുള്ളത് അത് മനുഷ്യന് ജനിച്ചു വീഴുന്നത് മുതൽ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു വാസനയാണ്. അതായത് മനുഷ്യന്റെ ഫിത്രയിൽ അടങ്ങിയിട്ടുള്ള ഒരു ത്വരയാണ് ഒരാളെ അനുകരിക്കാനുള്ള ആ ഒരു ത്വര എന്നുള്ളത്. ആ കുട്ടികളെ നമുക്കറിയാം, ചെറുപ്പത്തിൽ അവര് മാതാപിതാക്കൾ അനുകരിക്കുന്ന ഒരല്പം കഴിഞ്ഞ് കൗമാരത്തിലെ അല്ലെങ്കിൽ യുവത്വത്തിലേക്കെല്ലാം എത്തുന്ന സന്ദർഭത്തിൽ വീട്ടുകാരെ വിട്ട് പിന്നീട് പുറത്തുള്ള അറിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, അതായത് കായിക ചലച്ചിത്ര മേഖലയുള്ള ആളുകളെ അപ്പടി അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. അവരെന്താണോ ചെയ്യുന്നത് അത് അപ്പടി ചെയ്യുക. ഒരു നായകന് താടി വെച്ചാൽ അതേ രൂപത്തിൽ താടി വെക്കുക, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ചാൽ അത് അതേ രൂപത്തിൽ ധരിക്കുക. എല്ലാ അർത്ഥത്തിലും അയാൾ അപ്പടി അയാളുടെ ജീവിതത്തെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു താല്പര്യമാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റിങ്ങിലെല്ലാം സമർത്ഥമായിട്ട് അവർ മുതലെടുക്കുന്നത്. അതായത് ആളുകൾ അനുകരിക്കപ്പെടുന്ന, സമൂഹം ഉറ്റുനോക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ വെച്ച് അവർ പരസ്യം ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം താൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ താൻ ഉറ്റുനോക്കുന്ന ആ ഒരു വ്യക്തിത്വം അദ്ദേഹം എന്തെങ്കിലും ചെയ്താൽ, അദ്ദേഹം ഏതെങ്കിലും ഒരു ഡ്രിങ്ക്സ് കുടിച്ചാൽ അത് അനുകരിക്കപ്പെടുന്നവരുടെ ഫേവറേറ്റ് ആയിട്ട് മാറുകയാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു ബ്രാൻഡ് ധരിച്ചാൽ അത് അനുകരിക്കപ്പെടുന്നവരുടെ ഫേവറേറ്റ് ആയിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതേ രൂപത്തിൽ അനുകരിക്കപ്പെടേണ്ടത് ഇതേ രൂപത്തിലുള്ള വ്യക്തിത്വങ്ങളെയല്ല, മറിച്ച് നമുക്ക് അനുകരിക്കപ്പെടാനുള്ള വ്യക്തിത്വമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകപ്പെട്ടതാണ് നമ്മുടെ പ്രവാചകൻ. അതുകൊണ്ടാണ് നേരത്തെ ആയത്തിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അനുകരിക്കപ്പെടാനുള്ള പെർഫെക്റ്റ് റോൾ മോഡലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അതാണ് നമ്മൾ അനുകരിക്കപ്പെടേണ്ടത്. ഇപ്പൊ ജീവിതത്തിന്റെ സർവ്വ മേഖലയിലേക്കും വേണ്ട മാർഗദർശനം ആ ഒരു ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു ആംഗിളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും പെർഫെക്റ്റ് ആയിട്ടുള്ള മാർഗദർശനം ആ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. എങ്ങനെ നല്ലൊരു ഭർത്താവാകാം, എങ്ങനെ നല്ലൊരു പിതാവാകാം, എങ്ങനെ നല്ലൊരു നേതാവാകാം, എങ്ങനെ നല്ലൊരു വിദ്യാർത്ഥിയാകാം, എങ്ങനെ നല്ലൊരു അധ്യാപകനാകാം, എങ്ങനെ നല്ലൊരു ഭരണാധികാരിയാകാം എന്ന് വേണ്ട ജീവിതത്തിലേക്ക് എങ്ങനെ ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ട് മാറാമെന്നുള്ളത് സമ്പൂർണമായിട്ടുള്ള മാർഗദർശനം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ആ പ്രവാചകനിലൂടെ നൽകപ്പെട്ട മാർഗദർശനം അത് യൂണിവേഴ്സലാണ്, ലോകത്തിന്റെ ഏതൊരു ഭാഗത്തും ഉള്ള ആളുകൾക്ക് സ്വീകാര്യമാണ്. ചിന്തിച്ചു നോക്കുക നിങ്ങൾ. അതേപോലെ തന്നെ ഏതൊരു നാട്ടിലും, അതേപോലെ തന്നെ ഏതൊരു കാലഘട്ടത്തിലേക്കും അനുയോജ്യമായിട്ട് രൂപത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് നൽകപ്പെട്ടത്. അത് ഇവിടെ നിന്ന് നോക്കിയാലും അമേരിക്കയിൽ നിന്ന് നോക്കിയാലും ഇക്കാലഘട്ടത്തിൽ നോക്കിയാലും 2000 വർഷങ്ങൾക്ക് ശേഷം നോക്കിയാലും അതേപോലെ തന്നെ 1000 വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയാലും കൃത്യമായിട്ടുള്ള ഏതൊരു സാഹചര്യത്തിനും ഏതൊരു കാലഘട്ടത്തിനും ഫിറ്റാകുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് നൽകിയത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫത്തൽ ലിന്നാസ് അല്ലെങ്കിൽ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കാനുള്ള കാരണം. എല്ലാ മേഖലയിലേക്കും, ജീവിതത്തിന്റെ സർവ്വ മേഖലയിലേക്കും ആവശ്യമായിട്ടുള്ള മാർഗദർശനം ആ ഒരു ജീവിതത്തിലേക്ക് ഉണ്ട് എന്നുള്ള ആ രൂപത്തിലുള്ള ഒരു വ്യക്തിത്വം ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ലോകത്തെ ഏറ്റവും പ്രബല മതമായിട്ട് അറിയപ്പെടുന്ന ആ ക്രൈസ്തവർ യേശുവിനെ അവർ റോൾ മോഡലായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമുക്ക് മാതൃകയില്ല. കാരണം യേശു ഒരു രാജ്യത്തെ ഭരിച്ചിട്ടില്ല, മറിച്ച് അദ്ദേഹം ജീവിതകാലത്തുടനീളം ഭരിക്കപ്പെടുന്നവനായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം വിവാഹ ജീവിതം നയിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ നല്ലൊരു പിതാവാകും, എങ്ങനെ നല്ലൊരു ഭർത്താവാകും എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവസാനമായിട്ട് ലോകത്തിന് മുഴുവനായിട്ട് വരാനിരിക്കുന്ന, സർവ്വ മേഖലയിലേക്കും മാർഗദർശകനായിട്ട് വരാനിരിക്കുന്ന ഒരു ദൂതനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് കടന്നു പോകാനുള്ള കാരണം. ഈ രൂപത്തിലുള്ള ഒരു വ്യക്തിത്വം ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലോകത്ത് നമ്മൾ അറിയപ്പെട്ട
പല ആളുകളുടെയും ചരിത്രം നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരൊരു പക്ഷേ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അവർ റോൾ മോഡലായിട്ട് അവരെ ഒരു പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ മറ്റൊരു ഭാഗം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ജീർണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പ്രമുഖരായിട്ട് നമ്മൾ വിലയിരുത്തുന്ന പല ആളുകളും അവർ ചെയ്യുന്ന ജോലിയിൽ ഒരു പക്ഷേ അങ്ങേയറ്റം ഏറ്റവും അനുകരിക്കപ്പെടാൻ കഴിയുന്നവരായിരിക്കും. പക്ഷെ അതേ സന്ദർഭത്തിൽ അവർ കുടുംബജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ കുടുംബജീവിതം മുഴുവൻ ജീർണിച്ച രൂപത്തിലുള്ള ഒരു കുടുംബജീവിതമായിട്ട് ഒരിക്കലും അവരെ ആ കുടുംബജീവിതത്തിലേക്ക് മാർഗദർശനത്തിന് വേണ്ടി സ്വീകരിക്കാൻ കഴിയാത്തത്ര ജീർണിച്ച കുടുംബജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇപ്പൊ ലോക ചരിത്രത്തിൽ വാഴ്ത്തപ്പെട്ട വ്യക്തിത്വങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലെല്ലാം അവർക്കെല്ലാം ഒരു നെഗറ്റീവ് സൈഡ് കാണും. പക്ഷേ പെർഫെക്റ്റ് റോൾ മോഡൽ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകപ്പെട്ട ആ പ്രവാചകൻ ജീവിതത്തിലെ എല്ലാ മേഖലയിലേക്കും സമ്പൂർണമായിട്ടുള്ള റോൾ മോഡലായിട്ട് ആ പ്രവാചകനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളെപ്പോലെ മജ്ജയും മാംസവും വികാരവും എല്ലാം അനുഭവിച്ച് നമുക്കിടയിൽ ജീവിച്ച ഒരു പ്രവാചകൻ. അതുകൊണ്ടാണ് അക്കാലഘട്ടത്തിൽ തന്നെ ശത്രുക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് അവർ പറഞ്ഞു, സൂറത്തുൽ ഫുർഖാന്റെ 7-ാമത്തെ വചനത്തിൽ വഖാലു മാലി ഹാദർ റസൂൽ യഅകുലു തുആമ വയംശി ഫിൽ അസ്വാഖ്, ഇതെന്തു ദൂതനാണിത്, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നുണ്ട്, അങ്ങാടിയിലൂടെ നടക്കുന്നുണ്ട്. ആ രൂപത്തിൽ അവർ ആക്ഷേപിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മളിലേക്ക് അയക്കപ്പെട്ട നമ്മുടെ റോൾ മോഡൽ എക്കാലഘട്ടത്തേക്കുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട റോൾ മോഡലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റോൾ മോഡലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ആ ജീവിതം അല്ലെങ്കിൽ റോൾ മോഡൽ എങ്ങനെയാകുന്നു എന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ആ ജീവിതത്തെ അടുത്തറിയേണ്ടതുണ്ട്. ജീവിതത്തെ അറിയാതെ എങ്ങനെയാണ് നമ്മൾ റോൾ മോഡലായിട്ട് സ്വീകരിക്കുക? അപ്പൊ നമുക്ക് ഒരാളെ അനുകരിക്കണമെങ്കിൽ അയാളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധം നമുക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് വേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ജീവിത ചരിത്രം നമ്മൾ പഠിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? അതാണ് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുക. ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ അത് ഒന്നാമത്തെ ഗുണം പ്രവാചകനോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമായി തീരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട വ്യക്തിത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ ആ രൂപത്തിലാണോ എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുക അക്സറു മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, ഓ പ്രവാചകരെ, ഞാൻ എന്നെ കഴിഞ്ഞാൽ, എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നീട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് താങ്കളെയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, ലാ യാ ഉമർ, ആ രൂപത്തിലല്ല ഉമറെ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബുനി അക്സറു മിൻ നഫ്സിക, നിന്റെ സ്വയം ശരീരത്തേക്കാൾ, അതായത് ഒരാള് സ്വയം ശരീരത്തേക്കാൾ ഏറെ പ്രവാചകനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അയാളുടെ ഈമാൻ പൂർത്തിയാകുന്നില്ല എന്നുള്ള. അത് കേട്ട ഉടൻ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തി, ഫഇന്നഹു അൽആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, ഓ പ്രവാചകരെ, ഇന്നു മുതൽ, ഈ ഒരു സന്ദർഭം മുതൽ ലോകത്തെ എല്ലാത്തിനേക്കാൾ, എനിക്ക് എന്നേക്കാൾ, എന്റെ ശരീരത്തേക്കാൾ, ലോകത്ത് സർവ്വതിനേക്കാൾ പ്രിയപ്പെട്ടവൻ താങ്കളാണ് പ്രവാചകരെ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽആൻ യാ ഉമർ, ഈ ഒരു സന്ദർഭത്തിലാണ് ഉമറെ അത് ശരിയായത്. സുബ്ഹാനല്ലാഹ്. ലോകത്തെ എല്ലാത്തിനേക്കാൾ, മറ്റൊരു ഹദീസിൽ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, ലോകത്ത് സർവ്വതിനേക്കാൾ, ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാൾ, നിങ്ങളെക്കാൾ നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ നിങ്ങളുടെ വിശ്വാസം ശരിയാകുന്നുള്ളൂ എന്നുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ, നമുക്കറിയാം, സ്വയം ജീവിതം നൽകിക്കൊണ്ട് അവർ പ്രവാചകനെ സ്നേഹിച്ചു. കാരണം അവർ പ്രവാചകന്റെ ആ സമകാലികരാണ്, പ്രവാചകന്റെ കൂടെ ജീവിച്ച ആളുകളാണ്. പക്ഷേ നമ്മുടെ കൂടെ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം സമ്പൂർണമായിട്ട് ഗ്രന്ഥങ്ങളിൽ നമ്മുടെ കൈകളിലുണ്ട്. അതിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് അടുത്തറിയാൻ സാധിക്കും. അതിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹിക്കാം, അനുകരിക്കാൻ എല്ലാം നമുക്ക് സാധിക്കും. പക്ഷേ നമ്മളെല്ലാം സ്നേഹിക്കുന്നുണ്ടെന്ന് നാവുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ സ്നേഹം കടന്നു വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ സ്നേഹം യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ടോ എന്നുള്ളത് സ്വയം ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ട ചോദ്യമാണ്. ഒന്നാമതായിട്ട് ഒരാളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ അറിയും എന്നുള്ളതാണ്. അതാണ് സ്നേഹത്തിന്റെ ഒരു ലക്ഷണം തന്നെ. അതാണ് നമ്മളൊരാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച് A to Z നമുക്ക് കാണാപ്പാടായിരിക്കും. ഇപ്പൊ യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് ഞാനിതൊന്നും വിശദീകരിച്ചു തരേണ്ടതില്ല. ഏതെങ്കിലും ഒരാളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ A to Z നിങ്ങൾക്ക് മനപ്പാടായിരിക്കും. അയാൾക്ക് പോലും അറിയാത്ത ഡീറ്റെയിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും.
എവിടെ ജനിച്ചു, എത്ര കുട്ടികളാണ്, എവിടെയെല്ലാമാണ് സഞ്ചരിച്ചത്, എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, അതെല്ലാം നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു മാഗസിനിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു ചിത്രം അത് കവർ ഫോട്ടോ ആയിട്ട് അച്ചടിച്ചു വന്നാൽ ഇല്ലാത്ത പണം കൊടുത്ത് അത് നിങ്ങൾ ഇത് വാങ്ങാൻ ശ്രമിക്കും. കാരണം കഴിയുന്നത്ര അയാളെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അത് മനുഷ്യ പ്രകൃതാണ്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സമ്പൂർണ്ണമായിട്ടുള്ള അയാളെ കുറിച്ചുള്ള വിവരം ശേഖരിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയയുടെ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിന്റെ കാലമാണ്, അല്ലെങ്കിൽ ട്വിറ്ററിന്റെ കാലമാണ്. അതിലൂടെ ആയിരങ്ങൾ, പതിനായിരങ്ങൾ അയാളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പോസ്റ്റ് ഷെയർ ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ട്വീറ്റ് ചെയ്താൽ അത് ഷെയർ ചെയ്യാൻ വേണ്ടി അനുയായികൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ്. പക്ഷേ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, അത്തരത്തിലുള്ള ഒരു സ്നേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യം, ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ടതായിട്ടുള്ള ചോദ്യം. അത്തരത്തിലുള്ള ഒരു സ്നേഹം കാരണം പ്രവാചകനെ അടുത്തറിയാനുള്ള ഒരു ശ്രമം ജീവിതത്തിൽ നമ്മൾ വല്ലപ്പോഴും നടത്തിയിട്ടുണ്ടോ? ഇമാം തുർമുദി റഹിമഹുല്ലാഹ് നമുക്കറിയാൻ അറിയപ്പെട്ട പ്രവാചക വചനങ്ങളെ ക്രോഡീകരിക്കുന്ന ഹദീസുകളുടെ പ്രധാനപ്പെട്ട 6 ഹദീസ് ഗ്രന്ഥങ്ങൾ കുതുബു സിത്ത, അതിലൊന്നിന്റെ ഗ്രന്ഥ രചയിതാവായിട്ടുള്ള ഇമാം തുർമുദി, സുനനു തുർമുദിയുടെ രചയിതാവായിട്ടുള്ള ഇമാം തുർമുദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം സുനനു തുർമുദി അദ്ദേഹം പൂർത്തിയാക്കിയ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ, മൻകാന ഫീ ബൈത്തിഹി ഹാദൽ ജാമിഅ ഫകഅന്നമാ ഫീ ബൈത്തിഹി നബിയ്യും യതകല്ലം. അദ്ദേഹം പറഞ്ഞ മനോഹരമായിട്ടുള്ള വാക്കുകളാണ്. നിങ്ങളുടെ കൂടെ ഈ ഒരു ഗ്രന്ഥം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ നിങ്ങളോടൊപ്പം സംസാരിക്കുന്നവനായിട്ട് പ്രവാചകൻ നിങ്ങളുടെ വീട്ടിലുള്ളത് പോലെയാണ്. അതാണ് അദ്ദേഹം കുറിച്ചിട്ട വചനങ്ങൾ. കാരണം ആ ഗ്രന്ഥത്തിനകത്തുടനീളമുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. ഈ രൂപത്തിൽ പ്രവാചകന്റെ വാക്ക് കേൾക്കാനുള്ള ആഗ്രഹം നിമിത്തം, അറിയാനുള്ള, പ്രവാചകൻ അടുത്തറിയാനുള്ള താല്പര്യം മൂലം ഏതെങ്കിലും ഒരു പ്രവാചക ചരിത്രമോ അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥമോ നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഫിലിം താരം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കായിക താരം, അദ്ദേഹത്തിന്റെ ഒരു കവർ ഫോട്ടോ എങ്ങാനും അച്ചടിച്ചു വന്നാൽ ഇല്ലാത്ത പണം കൊടുത്ത് നമ്മൾ ആ മാഗസിൻ വാങ്ങി ആവേശത്തോടു കൂടെ നമ്മൾ വായിക്കാറുണ്ട്. ഇതേ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പഠിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ സ്നേഹത്തിന് എന്തോ ഒരു പോരായ്മയില്ലേ? സ്വയം നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്തോ ഒരു പോരായ്മ ആ സ്നേഹത്തിനില്ലേ? ഞാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു നടൻ, ഏതെങ്കിലും ഒരു കായിക താരം, അദ്ദേഹം എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു താടി വെച്ചാൽ അതേ രൂപത്തിൽ താടി വെക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന 10,000 വരുന്ന അനുയായികൾ, അതേ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ വൈമനസ്യം, അല്ലെങ്കിൽ ഒരു പഴഞ്ചനായിട്ട് മനസ്സിൽ ചിന്തിക്കുന്ന ആളുകൾ, നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം, അത് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര മക്കളാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര ഭാര്യമാരാണ്? അതിനെ സംബന്ധിച്ചൊന്നും യാതൊരു ധാരണയും പ്രവാചക ചരിത്രത്തെ സംബന്ധിച്ച് നമ്മൾ അറിയില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ ഇഷ്ടപ്പെട്ട പല വ്യക്തിത്വങ്ങളെയും അവർക്ക് പോലും അറിയാത്തത് അവരെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ അവരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ളതാണ്. അതായത് നാവ് കൊണ്ടുള്ള സ്നേഹം, ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാത്ത സ്നേഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതെന്ന് വാദിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് യാതൊന്നും അറിയില്ല. നമുക്ക് അറിയില്ല എന്നുള്ള ആ വസ്തുത തന്നെ യഥാർത്ഥത്തിൽ നീ പ്രവാചകനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ്. കാരണം യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ പ്രവാചകനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ സ്നേഹിക്കും തോറും പ്രവാചകനെ നമ്മൾ അടുത്തറിയും, നമ്മൾ അറിയുന്തോറും പ്രവാചകനെ സ്നേഹിച്ചു കൊണ്ടിരിക്കും. അതൊരു സർക്കിളാണ്. എത്ര സ്നേഹിക്കുന്നോ അത്രയും നിങ്ങൾ അറിയും, എത്ര അറിയുന്നോ അത്രയും നിങ്ങൾ സ്നേഹിക്കും എന്നുള്ളതാണ്. ആ ഒരു ശ്രമം, അതായത് പ്രവാചകനെ അടുത്തറിയാനുള്ള ഒരു ശ്രമമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗം മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവത ചരിത്രം നമ്മൾ പഠിക്കുന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം, പരിശുദ്ധ ഖുർആനെ നമുക്ക് അടുത്തറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം പ്രവാചകന്റെ ജീവിതം നിങ്ങൾ എത്ര പഠിക്കുന്നു അത്രയും നിങ്ങൾ ഖുർആനുമായിട്ട് അടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചതിനെ നമുക്കറിയാം, ഖുർആൻ യംശി അലൽ അർള്, ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭാര്യ വിശേഷിപ്പിച്ചത്. അതായത് മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ പരിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ തഫ്സീർ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിരുന്നു. അപ്പൊ പ്രവാചകനെ നിങ്ങൾ അടുത്തറിയുന്ന സന്ദർഭത്തിൽ
പരിശുദ്ധ ഖുർആനുമായിട്ട് നമ്മൾ അടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലുടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല റോൾ മോഡൽ, ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള റോൾ മോഡലാണ് പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തെ സംബന്ധിച്ച് സൂറത്തുൽ ഖലമിൽ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്വഭാവത്തിന്റെ ഉടമയാണ് പ്രവാചകരെ താങ്കൾ എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണ് യഥാർത്ഥത്തിലുള്ള സ്വഭാവ സവിശേഷത? അതെല്ലാം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ സന്ദർഭത്തിൽ, അതായത് പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും പ്രവാചക ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് അവതരിക്കുന്നത്. ആ സന്ദർഭം അറിയാതെ ആയത്തിന് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധ്യമല്ല. സന്ദർഭം അറിഞ്ഞാൽ മാത്രമേ ആഴത്തിന് നമുക്ക് ആഴത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കൂ. പ്രധാനമായിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളെല്ലാം പ്രധാനമായിട്ട് അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ പരിശുദ്ധ ഖുർആൻ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് അതിന് ദുർവ്യാഖ്യാനിക്കാണ് ചെയ്യുന്നത്. അപ്പൊ സന്ദർഭത്തിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആന്റെ സന്ദർഭം എന്നുള്ളത് പ്രവാചക ജീവിതമാണ്. പരിശുദ്ധ ഖുർആന്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. അപ്പൊ പ്രവാചകന്റെ ജീവിതം നിങ്ങൾ എത്ര അറിയുന്നോ അത്രയും പരിശുദ്ധ ഖുർആനുമായിട്ട് നിങ്ങൾ അടുക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ദുഹ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു. സൂറത്തുൽ ദുഹയിൽ മാ വദ്ദഅക റബ്ബുക വമാ ഖല, തീർച്ചയായിട്ടും നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, നിന്നോട് കോപിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? എന്താണ് സാഹചര്യം? അത് മനസ്സിലാക്കുന്ന സന്ദർഭത്തിലെ ആ ആയത്തിന് നമുക്ക് ആഴത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ സൂറത്തുൽ ഫത്ഹ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഹുദൈബിയ സന്ധിയുടെ ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഹുദൈബിയ സന്ധി നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയെങ്കിൽ തീർച്ചയായിട്ടും സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സൂറത്തായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാറ്റി നിർത്തി പരിശുദ്ധ ഖുർആൻ ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല. ആ പരിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് എത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഏറ്റവും ലളിതമായിട്ട് ഉദാഹരണം പറയാറുണ്ട്. ഏതെങ്കിലും ഒരു ആ കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിന് ഒരു കാറ്റലോഗ് അവർ നിക്ഷേപിക്കാറുണ്ട്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ആ പ്രൊഡക്റ്റിനകത്തുണ്ടാകും. അപ്പൊ മനുഷ്യൻ എന്നുള്ള ആ പ്രൊഡക്റ്റ് അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട ഇൻസ്ട്രക്ഷൻ മാനുവൽ ആണ് പരിശുദ്ധ ഖുർആൻ. അതേപോലെ തന്നെ നമുക്കറിയാം, ആ പ്രൊഡക്റ്റ് ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ആളുകൾ ഒരാളെ നമുക്ക് ആദ്യം പറഞ്ഞു അയച്ചുതരും. അയാൾ ആ പ്രൊഡക്റ്റ് അത് എങ്ങനെയാണത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണത് പ്രവർത്തിക്കേണ്ടതെന്ന് ആദ്യം അയാളൊന്ന് കാണിച്ചു തരും. ആദ്യം നമ്മുടെ മുമ്പിൽ അയാളൊന്ന് കാണിച്ചു തരും. അതേ രൂപത്തിൽ സമാനമായിട്ട് നമ്മൾ ഇവിടെ ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകപ്പെട്ട മനുഷ്യൻ പ്രവർത്തിക്കേണ്ട ഇൻസ്ട്രക്ഷൻ മാനുവലാണ് പരിശുദ്ധ ഖുർആൻ. അത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൂതൻ അയച്ചുകൊണ്ട് ആ ദൂതനിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇല്ലാതെ ഖുർആനെ മനസ്സിലാക്കുക സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ പ്രവാചക ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കപ്പെട്ടു. കാരണം ഖുർആൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചക ജീവിതം അനിവാര്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്ന സന്ദർഭത്തിൽ അവസാനമായിട്ട് തറക്തു ഫീക്കും അംറൈൻ ലം തളില്ലു മാ തമസ്തക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്. ഒന്ന് ഖുർആനും, രണ്ട് പ്രവാചക ജീവിതമാണ്. പ്രവാചക ജീവിതവും ഖുർആനും, അത് രണ്ടുണ്ടെങ്കിൽ നിങ്ങൾ വഴിപിടക്കില്ല എന്നുള്ളതാണ്. ആ രണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, മഹാത്ഭുതമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പോലെ സംരക്ഷിക്കപ്പെട്ട മറ്റൊരു ജീവിതം മനുഷ്യ ചരിത്രത്തിലില്ല. ചിന്തിച്ചു നോക്കുക, മഹാത്ഭുതം. ഭൂമിയുടെ ചരിത്രത്തിൽ ആ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ട ഒരു ജീവിതം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ കാലത്ത് നമുക്ക് നിരവധി സൗകര്യങ്ങളുണ്ട്, വീഡിയോ, അതേപോലെ തന്നെ നിരവധി കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ കാലത്തുണ്ട്. പക്ഷേ അക്കാലത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് കടലാസ് പോലും അവർ കണ്ടെത്തിയിട്ടില്ല. കടലാസ് പോലും കണ്ടെത്താത്ത ആ ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇത്ര കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയതും സംരക്ഷിക്കപ്പെട്ടതും. ആ ഒരു കാലഘട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ലോകത്ത് ചരിത്രത്തിൽ ജീവിച്ച നിരവധി വ്യക്തിത്വങ്ങൾ ഉണ്ടല്ലോ. അതിനു മുമ്പും ശേഷമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതം ഇതേ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടത് ലോക ചരിത്രത്തിലുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എത്രത്തോളം ഹദീസ് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ
എത്ര മുടിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരച്ചത്, അതുപോലും ഹദീസിലുണ്ട്. ഏത് കാല് വെച്ചിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ചത്, ഏത് രൂപത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചത്, പ്രവാചകന്റെ ശരീരപ്രകൃതി മുതൽ എങ്ങനെയാണ് ആ പ്രവാചകൻ ആ നാടിനെ ഭരിച്ചത്, എല്ലാം അപ്പടി സംരക്ഷിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. സംരക്ഷിക്കപ്പെടാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കപ്പെടാനുള്ള കാരണം അത് പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ എത്ര അറിയുന്നോ അത്രയും ഖുർആനുമായിട്ട് നിങ്ങൾ അടുക്കും, ഖുർആൻ നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അതാണ് രണ്ടാമത്തെ നേട്ടം. മൂന്നാമതായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാകുന്ന ആ ഗ്ലാസ്സിലൂടെയാണ് നമ്മുടെ ജീവിതം നമ്മൾ നോക്കേണ്ടതും തിരുത്തേണ്ടതും അതേപോലെ തന്നെ നമ്മൾ അനുകരിക്കേണ്ടതെല്ലാം. ആ രൂപത്തിൽ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ പ്രവാചക ജീവിതം വല്ലാത്തൊരു പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് ലോകത്തുടനീളമുള്ള വിശ്വാസികൾക്ക് നൽകുന്നത്. അനാഥനായിരിക്കുന്ന അല്ലെങ്കിൽ അനാഥത്വം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അനാഥനായിട്ടുള്ള പ്രവാചകന്റെ ജീവിതം നമുക്ക് ആശ്വാസമായിട്ട് മാറുകയാണ്. ഒരു സന്താനം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ തെറ്റായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, 5ഓളം സന്താനങ്ങൾ നഷ്ടപ്പെട്ടിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷയോടുകൂടെ മുന്നേറിയ പ്രവാചകന്റെ ജീവചരിത്രം അയാൾക്ക് ആശ്വാസമായിട്ട് മാറുകയാണ്. ഭാര്യ നഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിരവധി ഭാര്യമാർ, പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹ അടക്കം നിരവധി ഭാര്യമാര് നഷ്ടപ്പെട്ടിട്ടും പ്രതീക്ഷയും ക്ഷമയുമായിട്ട് മുന്നേറിയ പ്രവാചകന്റെ ചരിത്രം ആശ്വാസമായിട്ട് മാറുകയാണ്. അകാരണമായി കുടുംബത്തിന്റെയും അതേപോലെ തന്നെ സമൂഹത്തിന്റെ എല്ലാം പീഡനം സത്യം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, ആ പീഡനമേറ്റ് സ്വന്തം നാട്ടിൽ നിന്നും ബഹിഷ്കരിക്കപ്പെടേണ്ടി വന്ന ആ പ്രവാചകന്റെ ചരിത്രം നിങ്ങൾക്ക് തണലായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലെല്ലാം ഏതൊരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും പ്രവാചക ജീവിതം അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്നവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിന്റെ ഉദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് മാനുസബ്ബിത് ബി ഫുആദക്, പ്രവാചകരെ നിങ്ങളുടെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകാൻ വേണ്ടിയിട്ടാണ് മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് നൽകിയത്. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവാചകന്റെ ചരിത്രം ഇതേ രൂപത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള അതാണ് മൂന്നാമതായിട്ടുള്ള നേട്ടം. നാലാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ ഒരു മഹാത്ഭുതമാണ്. നിരവധി അത്ഭുതങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം നിരവധി മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെപ്പോൾ ഇതേ രൂപത്തിലുള്ള നിരവധി മുഅ്ജിസത്തുകളുണ്ട്. പക്ഷേ ആ മുഅ്ജിസത്തുകളെല്ലാം നമ്മൾ പറയേണ്ട, അതെല്ലാം മാറ്റിവെച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാത്രമായിട്ട് നമ്മൾ എടുക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഒരു മഹാത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്കറിയാം, അറേബ്യൻ ഉപദ്വീപിൽ എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരാൾ 40 വയസ്സിന് ശേഷം ആ സമൂഹത്തിൽ ഏറ്റവും വലിയ ബുദ്ധിജീവികളെ പോലും ഉത്തരം മുട്ടിക്കുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരം 40-ാം വയസ്സിന് ശേഷം അദ്ദേഹം ആരംഭിക്കാൻ. അറേബ്യൻ ഉപദ്വീപിന് പുറത്തുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന ആ ചരിത്രം പോലും, അതായത് അറേബ്യയിലുള്ള ആളുകൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ആ ഒരു ചരിത്രം പോലും അവരെക്കാൾ ഭംഗിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാം വയസ്സിന് ശേഷം സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമൊന്നും അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്കും അറിയാത്ത ചരിത്രമാണ്. അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയുന്ന ആളുകളെക്കാൾ വ്യക്തമായിട്ട് അതിന്റെ സൂക്ഷ്മതലങ്ങളെപ്പോലും ഒപ്പിയെടുത്ത രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. അപ്പൊ നിരക്ഷരനായിട്ടുള്ള പ്രവാചകൻ ഇതെല്ലാം എങ്ങനെയാണ് സാധിച്ചത്? അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാളുടെ കീഴിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിദ്യ അഭ്യസിച്ചതായിട്ടൊന്നും ആ സമൂഹത്തിന് അറിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാനോ വായിക്കാൻ അറിയില്ല. ആ എഴുതാനോ വായിക്കാൻ അറിയുമായിരുന്നെങ്കിൽ തന്നെ അതേ രൂപത്തിലുള്ള ഒരു വിജ്ഞാന സ്രോതസ് പോലും മക്കയിൽ ഉണ്ടായിരുന്നില്ല. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാഗരികത പോലില്ലാത്ത ആ ഒരു സമൂഹത്തെ കേവലം 23 വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും ഉന്നത സമൂഹമായി പരിവർത്തിപ്പിക്കപ്പെടുകയാണ്. എങ്ങനെയാണത് സംഭവിച്ചത്? ആ ഒരു കാലഘട്ടത്തിലുടനീളം 23 വർഷക്കാലഘട്ടത്തുടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച തുല്യതയില്ലാത്ത ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു സ്ഥിരോത്സാഹം, അതിന്റെ എല്ലാം പിന്നിലുള്ള പ്രചോദനം എന്തായിരുന്നു? സ്വയം ചിന്തിക്കേണ്ടതാണ്. ഉത്തരം കണ്ടെത്താൻ വേണ്ടി വിമർശകർ ശ്രമിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് പറയപ്പെട്ടതെല്ലാം ജീവിതകാലത്തും പിന്നീട് ശേഷവുമായിട്ടതെല്ലാം
അപ്പടി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. എന്തൊരു മഹാത്ഭുതമാണ് ആ ഒരു ജീവിതം. 23 വർഷ കാലഘട്ടം കൊണ്ടാണ്, ഈ ഒരു ചുരുങ്ങിയ വർഷ കാലഘട്ടം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ലോക ചരിത്രത്തിലുടനീളം ഇതേ രൂപത്തിലുള്ള ഒരു പരിവർത്തനം ഇത്രയും ചെറിയൊരു കാലഘട്ടം കൊണ്ട് എവിടെയെങ്കിലും നടന്നതായിട്ട് ലോക ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധ്യമാണോ? നിരവധി വിപ്ലവകാരികളും പരിഷ്കാരികളെല്ലാം ലോകത്ത് വന്നിട്ടുണ്ട്. അവർ നിരവധി വിപ്ലവങ്ങളും പരിഷ്കരണങ്ങളെല്ലാം കൊണ്ടുവന്നാലും ആ സമൂഹത്തിന്റെ അടിസ്ഥാന ജീവിതത്തിൽ ആ വിപ്ലവത്തിന് ശേഷം വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. വിപ്ലവത്തിന് മുമ്പുള്ള അതേ ജീവിത രീതിയായിരിക്കും ആ സമൂഹം വിപ്ലവത്തിന് ശേഷവും നയിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആശയം അവരുടെ ജീവിതത്തിന്റെ അങ്ങേയറ്റം, അതായത് ജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങളെ പോലും പരിവർത്തിപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ള ആശയമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. എന്ത് ചിന്തിക്കണമെന്ന് പോലും, നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ലാത്ത, അവരുടെ ചിന്തയെ പോലും നിയന്ത്രിക്കുന്ന രൂപത്തിലുള്ള ഒരു മഹാത്ഭുത, ആ രൂപത്തിലുള്ള ഒരു പരിവർത്തനമാണ് ആ സമൂഹത്തെ ഇത്രയും ചെറിയൊരു കാലയളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അവരുടെ അകവും പുറവും കഴുകിയെടുത്ത് ലോകത്തെ ഏറ്റവും ഉന്നത ജനതയാക്കി അവരെ മാറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണത് സാധിച്ചത്? മഹാനായ ഇബ്നു ഹസം റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള അന്തലൂസിയൻ പണ്ഡിതനായിട്ടുള്ള ഇബ്നു ഹസം, അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റൊരു അത്ഭുതവും നൽകാതെ ആ ജീവിതം മാത്രമാണ് നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ അത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണെന്നുള്ളതിന്റെ 1-ാം നമ്പർ തെളിവായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതായത് മറ്റൊരു അത്ഭുതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടില്ലെങ്കിലും ആ ജീവിതം തന്നെ യഥാർത്ഥത്തിൽ പ്രവാചകത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു. കാരണം അത്രയും വലിയ മഹാത്ഭുതമാണ് ആ ജീവിതത്തിലൂടെ ലോകം കണ്ടത് എന്നുള്ളതാണ്. 5-മതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ, അല്ലെങ്കിൽ ആ ജീവിതം പഠിക്കുന്നതിലൂടെ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അടുത്തറിയുന്നത് പ്രവാചകന്റെ ആ ഒരു തലമുറ, പ്രവാചകന്റെ അനുയായികളെ കൂടെ നമുക്ക് അടുത്തറിയാനും സ്നേഹിക്കാനെല്ലാം അത്തരം പഠനങ്ങൾ കാരണമാവുകയാണ്. കാരണം നമുക്കറിയാം, ഏറ്റവും ഉത്തമ സമുദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുന്നാസി ഖർനി, ഏറ്റവും നല്ല ജനറേഷൻ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചത് പ്രവാചകന്റെ ആ തലമുറയാണ്. ആ തലമുറയിലുള്ള നമുക്കറിയാം ശ്രദ്ധേയമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചുകൂടെയാണ് നമ്മൾ അടുത്തറിയുന്നത്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഭൂമിയിൽ നടന്ന ഏറ്റവും നല്ല മനുഷ്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആയിരക്കണക്കിന് ശ്രദ്ധേയമായിട്ടുള്ള ഏറ്റവും വിശുദ്ധരായിട്ടുള്ള ഹൃദയത്തിന്റെ ഉടമകളെ സംബന്ധിച്ചുകൂടെയാണ് നമ്മൾ അതിലൂടെ അടുത്തറിയുന്നത്. അപ്പൊ അവരുടെ ഹൃദയ വിശുദ്ധി, അതേപോലെ തന്നെ അവരുടെ ത്യാഗസന്നദ്ധത, അവർ കാണിച്ച ക്ഷമ, അതെല്ലാം നമ്മൾ അത്തരം പഠനത്തിലൂടെ നമ്മൾ അടുത്തറിയുന്നു. അവർ പ്രവാചകനോട് കാണിച്ച സ്നേഹം, അതെല്ലാം വായിക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുകയാണ്. അത് നമ്മൾ അവരോടുകൂടെ ആ ഒരു പഠനത്തിലൂടെ നമ്മൾ അടുക്കുകയാണ്. അതാണ് 5-മത്തെ പോയിന്റ്. 6-മതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള അറിവ് നമുക്ക് ഉണ്ടാകൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മളെല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞു, ജീവന് തുല്യം, നമ്മളെ സ്വയം ജീവനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. അതേ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് അങ്ങേയറ്റം വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ്. പ്രവാചകന്റെ ആ പരിശുദ്ധമായിട്ടുള്ള ജീവിതം ആത്മാർത്ഥമായിട്ട് തെറ്റിദ്ധരിച്ച ആളുകളും അതേ സന്ദർഭത്തിൽ തെറ്റിദ്ധരിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരും ലോകത്തേറെയാണ്. നമ്മളാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്. ആ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കാരണം അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. അപ്പൊ നമുക്കറിയാം, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ പിതാവിനെ സംബന്ധിച്ചില്ലാത്ത ആരോപണങ്ങൾ ഒരാൾ പറഞ്ഞത് കേൾക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കില്ല. തീർച്ചയായിട്ടും അയാളുടെ തെറ്റിദ്ധാരണ നമ്മൾ നീക്കും, നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യും. നമ്മൾ നമ്മുടെ പിതാവിനേക്കാൾ സ്നേഹിക്കുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അകാരണമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ തെറ്റിദ്ധാരണ മായ്ക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് ആ തെറ്റിദ്ധാരണ മായ്ക്കേണ്ടത്? വളരെ സിമ്പിളാണ്. പ്രവാചകനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള വിവരം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ശരിയായിട്ടുള്ള അറിവ് നമുക്ക് ആദ്യം വേണ്ടതുണ്ട്. ആ അറിവില്ലാതെ ആകുന്ന സന്ദർഭത്തിലാണ് പല സന്ദർഭത്തിലും വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ കടന്നു വരാറുള്ളത്. വൈകാരികമായിട്ടുള്ള അത്തരം പ്രതികരണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മുഴുവൻ തീവ്രവാദമാണെന്ന് എഴുതുന്നവരെയും പറയുന്നവരെയെല്ലാം അതിനുള്ള പ്രതികരണമായിട്ട് അവരുടെ കയ്യും കാലും നമ്മൾ വെട്ടി പ്രതികരിക്കാൻ പോയാൽ യഥാർത്ഥത്തിൽ അവരുടെ ആരോപണത്തിന് നമ്മുടെ പ്രതികരണം തെളിവായിട്ട് മാറുകയാണ്. അവരുടെ ആരോപണത്തിന് നമ്മൾ പ്രതികരിച്ച രൂപം തന്നെ തെളിവായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ ദൂതനാണെന്ന് ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.
ആ രൂപത്തിൽ അവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ആദ്യം ആ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു സംഭവം ഓർക്കുന്നത്, നിങ്ങൾ പല ആളുകളും വായിച്ചിരിക്കും, പ്രസിദ്ധനായിട്ടൊരു വ്യക്തിത്വം. അദ്ദേഹം ഇസ്ലാമിനെയും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഫിത്ന എന്ന ഒരു ചലച്ചിത്രം നിർമ്മിച്ച ഡച്ചുകാരനായിട്ടുള്ള ആർണോൾഡ് വാൻഡൂൺ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ചരിത്രം പല ആളുകളും കേട്ടിരിക്കും. അദ്ദേഹം വളരെ മോശമായിട്ട് പ്രവാചകനെ അപകീർത്തിപ്പെടുന്ന ഒരു ചലച്ചിത്രം അദ്ദേഹം നിർമ്മിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം നല്ല നിയത്തിലാണ് നിർമ്മിക്കുന്നത്. അതായത് ആത്മാർത്ഥമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിച്ച ആളുകളുടെ കൂട്ടത്തിലായിരുന്നു അദ്ദേഹം. പല ആളുകൾ ആ രൂപത്തിലല്ല, അവർക്ക് കൃത്യമായിട്ട് സത്യം അറിയാം, എന്നിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിലായിരുന്നില്ല ഇദ്ദേഹം. ആത്മാർത്ഥമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിച്ച ആളായിരുന്നു. അപ്പൊ അദ്ദേഹം ആ ഒരു ചലച്ചിത്രം നിർമ്മിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് തന്റെ സമൂഹത്തെ ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്ന് രക്ഷിക്കണം. ആ ഒരു നല്ല നിയത്തിലാണ് അദ്ദേഹം ചെയ്തത്. ആ സിനിമ വളരെ ലോകത്തിനുടനീളം ചർച്ച ചെയ്യപ്പെട്ടു, നിരവധി പ്രതിഷേധങ്ങൾ വന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ഏതായാലും ശരിയായില്ല. കാരണം നിങ്ങൾ പ്രവാചകനെ മനസ്സിലാക്കിയത്, അടുത്തറിയാൻ ശ്രമിച്ചത് മുഴുവൻ ശത്രുക്കളുടെ സ്രോതസ്സിൽ നിന്ന് മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവാചകന്റെ അനുയായികളിൽ നിന്നും പ്രവാചകന്റെ ജീവിതത്തെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. അത് തീർച്ചയായിട്ടും ആ ഉപദേശം ശരിയാണെന്ന്, എല്ലാ അർത്ഥത്തിലും ആ ഉപദേശം അത് വളരെയധികം ശരിയാണെന്ന് ബോധ്യപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹം പ്രവാചകന്റെ അനുയായികളിൽ നിന്നും അടുത്തറിയാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏതായാലും നമ്മുടെ ജീവിതം കൊണ്ട് ഏതായാലും ലോകത്തുള്ള മുസ്ലിങ്ങളാരും പ്രവാചകനെ കാണിക്കുന്നില്ല. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രവാചകന്റെ ആ ജീവിതം അനുസരിച്ച് ലോകത്തുള്ള മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ദഅവത്തിന്റെ ആവശ്യം പോലും ഉണ്ടാവില്ല. അതിന് അത്രയും പവിത്രമായിട്ടുള്ള ജീവിതം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ജീവിതം മുസ്ലിം ഉമ്മത്തിൽ പ്രതിഫലിക്കുന്നില്ല. ഏതായാലും അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തറിയാൻ വേണ്ടി അദ്ദേഹം അടുത്തുള്ള പള്ളിയിലേക്ക് പോവാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പള്ളി എന്നുള്ളത് സെന്റർ ഓഫ് ഈവിൽ, അതായത് എല്ലാ രൂപത്തിലുള്ള അധർമ്മങ്ങളുടെയും കേന്ദ്രമാണ് പള്ളി എന്നായിരുന്നു അത്രയും കാലം അദ്ദേഹത്തിന്റെ ധാരണ. അതായത് ചെകുത്താന്റെ കേന്ദ്രം എന്നാണ് പള്ളിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്. അദ്ദേഹം അങ്ങേയറ്റം ഭയത്തോടുകൂടി ആ പള്ളിയിലേക്ക് കയറി ചെല്ലാൻ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഇമാം, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകുമാർ, അബൂ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന അവിടെ ഉണ്ടായിരുന്ന ഇമാം അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ ക്ഷണിക്കാൻ, വളരെ സ്നേഹത്തോടുകൂടി, ആത്മാർത്ഥമായിട്ട് വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ പരിചരിക്കുന്ന അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹത്തിന് നൽകുകയാണ്. ആ ഗ്രന്ഥം അദ്ദേഹം വാങ്ങി അദ്ദേഹം തിരിച്ചു പോകുന്ന സന്ദർഭത്തിലുടനീളം അദ്ദേഹം പറയാണ്, ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും വലിയ തീവ്രവാദത്തിന്റെ അനുയായികളായിട്ടുള്ള ഈ ആളുകൾക്ക് എങ്ങനെയാണ് ഇത്രയും സൗമ്യമായിട്ട് എന്നോട് പെരുമാറാൻ സാധിക്കുന്നത്? അതും ഞാൻ ഈ രൂപത്തിൽ അവർ സ്നേഹിക്കുന്ന ആ പ്രവാചകൻ ഈ രൂപത്തിൽ വികലമായിട്ട് ചിത്രീകരിച്ചിട്ടും ഇത്ര സ്നേഹത്തോടുകൂടി അവർക്ക് എങ്ങനെയാണ് പെരുമാറാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിന് വല്ലാതെ ആ ഇമാമിന്റെ പെരുമാറ്റം വല്ലാതെ അദ്ദേഹത്തെ സ്വാധീനിക്കണം. അദ്ദേഹം പോയി ഗ്രന്ഥം വായിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം അടുത്തറിയാൻ. അങ്ങനെ 2012 അദ്ദേഹം മുൻകാലത്ത് അദ്ദേഹം എല്ലാ ഈവിളിന്റെയും കേന്ദ്രമാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ച അതേ പള്ളിയിൽ വെച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ. എന്നിട്ട് അദ്ദേഹം തന്നെ പറയാണ്, അദ്ദേഹത്തിന്റെ മകന് അതേ രൂപത്തിൽ കഠിനമായിട്ടുള്ള ഇസ്ലാം വിരോധിയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മകനാകും ഭൂമിയിൽ അവസാനമായിട്ട് ഇസ്ലാം സ്വീകരിക്കുക എന്ന് ഞാൻ കരുതിയിരുന്നു. ജീവിതത്തിലുടനീളം അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ ആ മകനും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ. സുബ്ഹാനല്ലാഹ്. പിന്നീട് അദ്ദേഹം ഹജ്ജ് നിർവഹിച്ചു. പല ആളുകളും വായിച്ചിട്ടുണ്ടാകും. ഹജ്ജിന് ശേഷം അദ്ദേഹം വന്ന സന്ദർഭത്തിൽ പല ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഹജ്ജ് ചെയ്ത സന്ദർഭത്തിൽ താങ്കൾ ഏറ്റവും സ്വാധീനിച്ച അനുഭവം ഏതാണെന്ന് ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, മക്കയിലെല്ലാം കാര്യങ്ങളെല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് നിർവഹിച്ച് മദീനയിലെത്തിയ സന്ദർഭത്തിൽ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുദേഹം അടക്കം ചെയ്ത പ്രവാചകന്റെ ആ ഖബർസ്ഥാന്റെ അവിടെ എത്തിയ സന്ദർഭത്തിൽ എന്റെ നിയന്ത്രണം വിട്ടുപോയി. അദ്ദേഹം പറയാൻ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ഇത്രയും നല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചാണല്ലോ ഇത്രയും മോശമായിട്ട് അപകീർത്തിപ്പെടുന്ന രൂപത്തിൽ ഞാൻ ചിത്രീകരിച്ചത്. ആ ഒരു കുറ്റബോധം കാരണം ഞാൻ അവിടെ വെച്ച് നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്.
ഇന്ന് ഡച്ചിൽ, അതായത് അദ്ദേഹം ഏറ്റവും വലിയ ഇസ്ലാമിക പ്രബോധകരിൽ ഒരാളായിട്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതം അടുത്തറിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുകയാണ്. അപ്പൊ ആ രൂപത്തിൽ പ്രവാചകന്റെ ജീവിതം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയിൽ അവിടെ ഉണ്ടായിരുന്ന മനോഹരമായിട്ടുള്ള ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കാൻ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ആ ഭാര്യക്കെതിരെ പട്ടണത്തിലുള്ള ആളുകൾ ആരോപണം ഉന്നയിച്ച് തെറ്റിദ്ധരിച്ച സന്ദർഭത്തിൽ ആ ഭാര്യ മറുപടി നൽകിയ രൂപം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നേരിട്ട് അവരുടെ മുമ്പിൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. നേരിട്ട് കാണിച്ചു കൊടുത്ത സന്ദർഭത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അതേ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിച്ച ആളുകൾക്കും അതേപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾക്കും മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതം നേരിട്ട് പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുത്ത് അവരുടെ വായ അടപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് തീർച്ചയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ജീവചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ആ ഒരു ചരിത്രം പഠിക്കുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ സ്വഹാബികൾ അവരുടെ മക്കളെ പ്രവാചകന്റെ ആ ജീവിതം പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടായിരുന്നു. നമുക്കറിയാം, ബദറിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിലേക്കെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ കടന്നു വരും. ബദറിന്റെ ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ബദറിൽ അബൂലഹബിനെ വധിക്കാൻ കടന്നു വരുന്നത് 2 ചെറിയ കുട്ടികളാണ്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അബൂലഹബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിച്ച ആ ചരിത്രം മുഴുവൻ ഉള്ളത് മക്കയിലാണ്. മക്കയിലുള്ള ആ പീഡന കഥകൾ വ്യക്തമായിട്ട് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് മദീനയിൽ വെച്ച് നടന്ന ബദറിൽ അബൂലഹബിനെ അന്വേഷിച്ച് അവർ വരുന്നത്. അപ്പൊ മദീനയിലുള്ള ആ കുട്ടികൾക്ക് പോലും മക്കയിലുള്ള ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവർക്ക് മനപ്പാടായിരുന്നു. കാരണം സ്വഹാബത്ത് അവരെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ താബികളിൽപ്പെട്ട പ്രസിദ്ധരായിട്ടുള്ള പണ്ഡിതൻ ഇമാം നമുക്കറിയാം അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ, അദ്ദേഹം അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കിടാവായിട്ടുള്ള അലി ഇബ്നു ഹുസൈൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കാണാൻ സാധിക്കും. ഞങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്ന അതേ പ്രാധാന്യത്തോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സന്ദർഭത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് അടുത്തറിയാനും സ്നേഹിക്കാനെല്ലാം നമുക്ക് കഴിയുമെന്നുള്ള ആ ഒരു പ്രവാചകൻ അടുത്തറിയാനുള്ള ഒരു ശ്രമമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗം മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. അവസാനമായിട്ട് 7-ാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയെ സംബന്ധിച്ചുള്ള പഠനം എന്നുള്ളത് ഏറ്റവും ഉത്തമങ്ങളിൽ ഉത്തമമായിട്ടുള്ള വിജ്ഞാനാണ്. ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എന്ന് നമ്മൾ പറയാണ്. അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പഠനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജീവചരിത്രം നമ്മൾ പഠിക്കുന്നത്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചാണ്. അഷ്റഫുൽ ഖൽഖായിട്ടുള്ള പ്രവാചകന്റെ ജീവചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്നത് സമുദായങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമുദായം ഖൈറുന്നാസു ഖർനി, ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ ഒരു തലമുറയെ സംബന്ധിച്ചാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, ഭൂമിയിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള 2 സ്ഥലങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, മക്കയും മദീനയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് മദീനയെ ശ്രേഷ്ഠമാക്കി തീർന്നത്. നമുക്കറിയാം, സ്വഹീൽ ബുഖാരിയിൽ അബ്ദുല്ലാഹ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയെ ഹറമാക്കി നിശ്ചയിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ, അതേപോലെ വഹറംതുൽ മദീനത്തെ കമാ ഹറമ ഇബ്രാഹിമു മക്കത്തൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയെ പവിത്രമാക്കിയതുപോലെ ഞാൻ മദീനയെ പവിത്രമാക്കിയിരിക്കുന്നു. വസീറ എന്നുള്ളത് ഏറ്റവും പവിത്രമായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ച്, ഏറ്റവും പവിത്രമായിട്ടുള്ള ആ ജനതയെ സംബന്ധിച്ച്, ഏറ്റവും പവിത്രമായിട്ടുള്ള ആ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള പഠനമാണ് സീറ. അത് ഏറ്റവും പവിത്രമായിട്ടുള്ള വിജ്ഞാനം കൂടെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് പഠിക്കുന്നതിന്റെ പ്രാധാന്യം, ശ്രേഷ്ഠതയാണ് ചെറിയ രൂപത്തിൽ ഇതുവരെ നമ്മൾ സംസാരിച്ചത്. ഇനി എന്താണ് അതിന്റെ സ്രോതസ്സുകൾ? ഒരാൾ ചോദിക്കും, 1400 വർഷങ്ങൾക്കധികം പിന്നിട്ട ആ ഒരു ജീവിതത്തെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞാൻ എങ്ങനെയാണ് അടുത്തറിയുക? ഏത് സ്രോതസ്സുകളാണ് ഞാൻ അതിന് ഉപയോഗിക്കേണ്ടത്? ഏതാണ് സീറയുടെ പ്രവാചക ചരിത്രത്തിന് ഒന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്രോതസ്? പല ആളുകൾ ഉടൻ തന്നെ ഉത്തരം പറയും ഇബ്നു ഹിഷാമിന്റെ സീറ ഗ്രന്ഥം അല്ലെങ്കിൽ ഇബ്നു ഇസ്ഹാഖിന്റെ ഗ്രന്ഥം എന്നെല്ലാം മറുപടി പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഒന്നാമതായിട്ട് പ്രവാചക ജീവിതത്തിന്റെ ഒന്നാമത്തെ സ്രോതസ് എന്നുള്ളത് തെറ്റുപറ്റാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, അള്ളാഹുവിന്റെ വചനങ്ങളാണ്, പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ ആ പ്രവാചകന്റെ ജീവിതം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒപ്പിയെടുത്ത് ഖുർആനിൽ അവതരിപ്പിക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞു ഖുർആന്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് പ്രവാചകന്റെ ജീവിതമാണ്. എത്രത്തോളം വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പുള്ള ചരിത്രം മുതൽ ഖുർആൻ ആരംഭിക്കുകയാണ്.
അപ്പൊ നമുക്കറിയാം സൂറത്തുൽ ഫീലിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, പ്രവാചകന്റെ ആ ജനിക്കുന്ന വർഷം അതല്ലെങ്കിൽ തൊട്ടു മുമ്പ് നടന്ന ആ ഒരു ആനക്കലഹ സംഭവം അത് മുതൽ ആരംഭിക്കാൻ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നു. അതിനുശേഷം പ്രവാചകൻ നമുക്കറിയാം വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെടുകയാണ്. അലം യജിദിക യതീമൻ ഫആവ, സൂറത്തുൽ ദുഹ. അതേപോലെ തന്നെ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഓരോന്ന് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ വിശദമായിട്ട് അതിലേക്കെല്ലാം കടന്നു വരും. കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ ആ നെഞ്ചു വിളർത്തിയ സംഭവം സൂറത്ത് ഷർഹിൽ അലം നശ്റഹ് ലക സുദ്റക്. പിന്നീട് പ്രവാചകൻ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം വബജദക ഗായിലൻ ഫഅന, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കാൻ. അതിനുശേഷം പ്രവാചകന് വഹി ആരംഭിക്കുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൂറത്തുൽ അലഖ്. അതിനുശേഷം വഹിയുമായിട്ട് പ്രബോധനത്തിന് ഇറങ്ങിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കളിൽ നിന്നും കഠിനമായിട്ടുള്ള പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അവർ ചോദിച്ചു മതാ നസ്റുല്ലാഹ്, പരിശുദ്ധ ഖുർആൻ. വീണ്ടും ആ പീഡനങ്ങൾ രൂക്ഷമായ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും നമുക്കറിയാം മദീനയിലേക്ക് ഹിജ്റ പോകണം. ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ട സൂറത്ത് തൗബയിൽ ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലി സ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ആ സൗർ ഗുഹയിൽ വെച്ചുകൊണ്ട് അവരുടെ സംസാരം. അതിനുശേഷം നമുക്കറിയാം മദീനയിലെത്തുന്നു. മദീനയിൽ വെച്ച് മുനാഫിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സംസാരം. അതിനുശേഷം ഖിബല മാറുന്നു. ഫലുനുവല്ലിയനക ഖിബലതൻ തർലാഹ, സൂറത്തുൽ ബഖറ. അതിനുശേഷം നമുക്കറിയാം ആദ്യമായിട്ട് നടന്ന യുദ്ധം ബദർ. ബദറിനെ സംബന്ധിച്ച് ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫൻ മിനൽ മലായികതി മുർദിഫീൻ. അതേപോലെ അത് പേരെടുത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാന്റെ 123 വചനത്തിൽ വലഖദ് നസറക്കുമുല്ലാഹു ബി ബദരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് തന്നെ അവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, ബദർ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നടന്ന ഉഹദിനെ സംബന്ധിച്ചും സൂറത്ത് ആൽ ഇംറാനിൽ വളരെ വിശദമായിട്ട് ഇത് തുസ്ഇദൂന വലാ തലൂന അലാ അഹദിൻ വറസൂൽ യദ്ഉക്കും ഫി ഉഖറാക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിറകിൽ നിന്ന് വിളിച്ച ഉഹദുമായിട്ട് ബന്ധപ്പെട്ട അത് പരിശുദ്ധ ഖുർആനിൽ കടന്നു വരുന്നു. അതിനുശേഷം വന്ന ഖന്ദഖ്, സൂറത്തുൽ അഹ്സാബിൽ അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന, ഖന്ദഖുമായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം നമുക്കറിയാം ഹുദൈബിയ സന്ധി, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, സൂറത്തുൽ ഫത്ഹ്. അങ്ങനെ പോയി പ്രവാചകന്റെ ജീവിതം മുഴുവൻ പരിശുദ്ധ ഖുർആനിൽ കടന്നു വരുന്നുണ്ട്. അവസാനം അൽയൗമ അക്മംതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തം ജീവിതം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പകർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അത്ഭുതം എന്താ വെച്ചാൽ പരിശുദ്ധ ഖുർആനിലുള്ള പ്രവാചകന്റെ ആ ചരിത്രത്തിന്റെ ഭംഗി എന്താന്ന് വെച്ചാൽ ലോകത്ത് മറ്റുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സീറ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ ബാഹ്യതലങ്ങളെക്കാൾ ആന്തരിക തലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നത്. അതിമനോഹരമാണ്, മഹാത്ഭുതാണ്. ലോകത്ത് ഒരു ചരിത്ര ഗ്രന്ഥത്തിലും എന്തെങ്കിലും ഒരു സംഭവം ഉദ്ധരിക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ പ്രത്യക്ഷമായിട്ട് അവർ കാണിച്ച വികാരങ്ങളായിരിക്കും ചരിത്രകാരൻ ഒപ്പിയെടുത്ത് അവതരിപ്പിക്കുക. പക്ഷെ അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ പ്രത്യക്ഷമായിട്ടുള്ളതല്ല, മറിച്ച് പരോക്ഷമായിട്ട് അവരുടെ മനസ്സിലുള്ള ചിന്തകൾ, അവരുടെ ഹൃദയത്തിലുള്ള വികാരങ്ങൾ, അതെല്ലാമാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. മനോഹരാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ച സന്ദർഭത്തിൽ സൂറത്ത് ആൽ ഇംറാന്റെ 153 വചനത്തിൽ ഇത് തുസ്ഇദൂന വലാ തലൂന അലാ അഹദിൻ, അവരുടെ ഹൃദയത്തിലുള്ള ദുഃഖത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കോട്ട് ചെയ്യുന്നത്. അത് ലോകത്തൊരു ചരിത്രകാരനും കാണാൻ സാധ്യമല്ല. അതേപോലെ തന്നെ ഖന്ദഖുമായിട്ട് ബന്ധപ്പെട്ട് അഹ്സാബ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ സന്ദർഭത്തിൽ ഖുലൂബുൽ ഹനാജിർ വതظنون ബില്ലാഹി ളനൂന, അവരുടെ ഹൃദയത്തിന്റെ അവരുടെ നെഞ്ചിടിപ്പ്, അതേപോലെ തന്നെ അവരുടെ മനസ്സിൽ അവർ ചിന്തിച്ചു കൂട്ടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവർ തെറ്റായിട്ട് ചിന്തിച്ചതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹുദൈബിയയുമായിട്ട് ബന്ധപ്പെട്ട് സൂറത്തുൽ ഫത്ഹിൽ വഅൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു ശാന്തി ഇട്ടുകൊടുത്തു. അതായത് ഹൃദയങ്ങളുടെ അസ്വസ്ഥത അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കാൻ. അതേപോലെ തന്നെ മുനാഫിക്കളുടെ പദ്ധതികളും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരാണ്. സൂറത്തുൽ ഹശ്റിൽ തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്വ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അവരെ ഒന്നിച്ചാണെന്ന് നീ കരുതും, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ മുഴുവൻ ഭിന്നിപ്പാണ്. അതായത് പരസ്പരം ഹൃദയത്തിലുള്ള അവർ തമ്മിലുള്ള വിദ്വേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാം കോട്ട് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, മനോഹരാണ്. അപ്പൊ സീറയുടെ ഒരു ഇന്റേണൽ പിക്ചറാണ് പരിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് നൽകുന്നത്. അതേപോലെ തന്നെ ഇത് മാത്രമല്ല, മനോഹരമായിട്ടുള്ള നിരീക്ഷണം ഓർക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അല്ലാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് തന്നെ മൊത്തം പ്രവാചകന്റെ ആ ശരീരത്തെ പോലും പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് ശരീരഭാഗങ്ങളെ പോലും വരച്ചു കാണിക്കുന്നുണ്ട് എന്നുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ആ വ്യക്തിയെ സംബന്ധിച്ച് തന്നെ ആ ശരീരഭാഗങ്ങൾ ഒന്നുപോലും വിടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള. അപ്പൊ പ്രവാചകന്റെ മുഖത്തെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിൽ ഖദ് നറാ തഖല്ലുബു വജ്ഹിക, പ്രവാചകന്റെ മുഖം. അതേപോലെ തന്നെ പ്രവാചകന്റെ കണ്ണുകളെ സംബന്ധിച്ച് വലാ തമുദ്ദന്ന ഐനൈക, പ്രവാചകന്റെ കണ്ണുകൾ.
അതേപോലെ തന്നെ പ്രവാചകന്റെ കൈകളെ സംബന്ധിച്ച് സൂറത്തുൽ ഇസ്രായിൽ വലാ തജ്അൽ യദക അവിടെ കൈകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചകന്റെ നെഞ്ചിനെ സംബന്ധിച്ച് സൂറത്ത് ശുഅറായിൽ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക, പ്രവാചകന്റെ ഹൃദയം, നെഞ്ച്. അതേപോലെ തന്നെ പ്രവാചകന്റെ ഹൃദയത്തെ സംബന്ധിച്ച് അലം നശ്റഹ് ലക സദ്റക്, പ്രവാചകന്റെ ഹൃദയത്തെ സംബന്ധിച്ച് അല്ലദീ അൻഖള ദുഹറക്, പ്രവാചകന്റെ പിറകുവശത്തെ സംബന്ധിച്ച്. അതേപോലെ തന്നെ പ്രവാചകന്റെ നൃത്തത്തെ സംബന്ധിച്ച് ഇന്നഹു യറാക ഹീന തഖൂം, സൂറത്ത് ശുഅറായിന്റെ 218 വചനം. പ്രവാചകന്റെ നൃത്തം, പ്രവാചകന്റെ നടത്തം, അതേപോലെ തന്നെ പ്രവാചകന്റെ സുജൂദ്, വതഖല്ലുബുക ഫിസ്സാജിദീൻ, അടുത്ത വചനം പ്രവാചകന്റെ സുജൂദ്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലുടനീളം ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഏറ്റവും നല്ല സീറയുടെ ഒന്നാമത്തെ സ്രോതസ് എന്നുള്ളത് തെറ്റുപറ്റാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളാണ്. പക്ഷേ അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ അത് ക്രോഡീകരിച്ചത് അത് ഇറങ്ങിയതിന്റെ അടിസ്ഥാനത്തിലല്ല, ക്രോണോളജിക്കലായിട്ടല്ല ഖുർആൻ ക്രോഡീകരിച്ചത്. ആദ്യം ഇറങ്ങിയ അധ്യായം സൂറത്തുൽ അലഖ് 97 വചനാണ്, 97 അധ്യായമാണ്. അപ്പൊ ജീവിതക്രമം കൃത്യമായിട്ട് ഖുർആനിൽ നിന്ന് കിട്ടില്ല. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ പല സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം ഉദ്ധരിച്ച സന്ദർഭത്തിൽ ആ ഒരു പേരെടുത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. പേരെടുത്ത് പറയാം. അപ്പോൾ മറ്റൊരു ഉദാഹരണം, ഇപ്പൊ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹദിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ യഥാർത്ഥത്തിൽ പ്രവാചക സ്ഥാനത്ത് ജീവിതത്തിന്റെ 2ാം ഘട്ടത്തിലാണ് ഉഹദ് സംഭവിക്കുന്നത്. ആ ക്രോണോളജി അതിൽ നിന്നും ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നതിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല ജനറൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ സൂറത്ത് ആൽ ഇമ്രാനിലുടനീളം ഉഹദിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് കോണ്ടെക്സ്റ്റ് ഉഹദാണെന്ന് പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്കറിയാൻ സാധിക്കും. ഉഹദ് എന്നുള്ള പദം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇമ്രാനിൽ ഉപയോഗിക്കുന്നില്ല. അതേപോലെ തന്നെ സൂറത്തുൽ ഫത്ഹിന്റെ കോണ്ടെക്സ്റ്റ് ഹുദൈബിയാണെന്ന് നമ്മൾ സീറയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹുദൈബിയ എന്നുള്ള പദം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള. ഏതൊരു രൂപത്തിൽ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിലും പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് പ്രവാചക ജീവിതം അറിയാനുള്ള ഏറ്റവും നല്ല 1-ാം നമ്പർ സ്രോതസ്സാണ് പരിശുദ്ധ ഖുർആൻ. പ്രവാചക ജീവിതം മനസ്സിലാക്കാനുള്ള 2ാമത്തെ സ്രോതസ്സായിട്ട് കടന്നു വരുന്നത് ഹദീസുകളാണ്. ഹദീസ് എന്ന് വെച്ചാൽ നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ വാക്കുകളും പ്രവൃത്തികളും, അതേപോലെ തന്നെ മൗനാനുവാദങ്ങൾ, അഖ്വാലുകൾ, അഫ്ആലുകൾ, അതേപോലെ തന്നെ തഖ്രീറാത്തുകൾ, അതാണ് ഹദീസ് എന്നുള്ളത് വിഭജിക്കുന്നത്. ഹദീസും സീറയും രണ്ടാണ്, പ്രത്യേകം മനസ്സിലാക്കണം. സീറയുടെ ഫോക്കസ് അല്ല ഹദീസിന്റെ ഫോക്കസ്. സീറയും ഹദീസും രണ്ടാണ്. സീറ എന്നുള്ളത് മറ്റൊരു വിജ്ഞാന ശാഖയാണ്. ഇപ്പൊ സീറയിൽ പ്രധാനമായിട്ട് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയ്യാമുകൾ, അഹ്വാലുകൾ, മഗാസികൾ, ഖുലുഖ്, ശമായില്, അതേ രൂപത്തിലുള്ള കാര്യമാണ് സീറയിൽ പരിശോധിക്കുന്നത്. അതായത് പ്രവാചകന്റെ ദിനങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സാഹചര്യങ്ങൾ, പ്രവാചകന്റെ യുദ്ധചരിത്രം, പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങൾ, പ്രവാചകന്റെ രൂപഭാവങ്ങൾ, അതെല്ലാമാണ് സീറയിൽ കടന്നു വരുന്നത്. മൊത്തത്തിലുള്ള പ്രവാചകന്റെ ജീവിതം. അതേ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഹദീസിലൊരു സംഭവം പറയാൻ, ആ സംഭവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം, ഒരു കൽപ്പന ഒരാളോട് പറയുന്നുണ്ടെങ്കിൽ അത് പ്രവാചക ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണത് പറഞ്ഞത്, എവിടെ വെച്ചാൽ, അതേ രൂപത്തിലുള്ള മുഴുവൻ ഡീറ്റെയിൽ നമുക്ക് സീറ വെച്ച് പരിശോധിക്കാന്നുള്ള. അതായത് ഹദീസിന്റെ വിട്ട ഭാഗം സീറ വെച്ച് നമുക്ക് പൂരിപ്പിക്കാൻ സാധിക്കും. അതിലൂടെ മൊത്തം ചിത്രം രൂപപ്പെടുത്തിയെടുക്കുകയാണ് സീറയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം, അത് രണ്ടും സ്വീകരിക്കാനുള്ള മാനദണ്ഡം അങ്ങേയറ്റം വ്യത്യാസമുണ്ട്. ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡമല്ല സീറ സ്വീകരിക്കാനുള്ള മാനദണ്ഡം. ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡം എന്നുള്ളത് വളരെ കണിശാണ്. അതായത് ഹദീസ് എന്നുള്ളത് നമുക്ക് അതിന്റെ ഇസ്നാദ്, അതിന്റെ സനദെല്ലാം നോക്കി അങ്ങേയറ്റം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമേ നമ്മൾ ഹദീസ് സ്വീകരിക്കാറുള്ളൂ. അതായത് അത് ഉദ്ധരിച്ച ആളുകളുടെ പരമ്പര നമ്മൾ നോക്കും, അതിലുള്ള മൊത്തം വ്യക്തികളുടെ ജീവിതം സൂക്ഷ്മമായിട്ട് നോക്കും. അതിലേതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പിഴവുണ്ടെങ്കിൽ ഹദീസ് തള്ളിക്കളയും. അതായത് വളരെ കണിശമായിട്ടുള്ള മാനദണ്ഡം വെച്ചിട്ടാണ് ഹദീസ് സ്വീകരിക്കുന്നത്. നിരവധി ഫിൽട്ടറുകൾ ഉണ്ട്. അതിലൂടെ എല്ലാം മരിച്ച് 100% ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തിയ ഹദീസുകൾ മാത്രമേ പണ്ഡിതന്മാർ അത് ക്രോഡീകരിക്കാറുള്ളൂ. പക്ഷെ അതേ സന്ദർഭത്തിൽ സീറക്ക് അത്ര കണിശിതമായിട്ടുള്ള മാനദണ്ഡം സീറയുടെ കാര്യത്തിൽ ഇല്ല എന്നുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അത് ചരിത്രമാണ്, അത് ജീവിത ചരിത്രമാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മതനിയമങ്ങൾ, നമ്മുടെ മതത്തിലുള്ള ഹുക്കുമുകൾ, അഹ്കാമുകൾ തീരുമാനിക്കുന്നത് ഹദീസുകൾ വെച്ചിട്ടാണ്. അതിനൊരിക്കലും നമ്മൾ സീറ ഉപയോഗിക്കാറില്ല. മതത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ സീറ തെളിവായിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ സീറയിൽ പറയപ്പെട്ട കാര്യങ്ങൾ ഹദീസിൽ പറഞ്ഞ ഭാഗമാണെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതേ രൂപത്തിലാണ്. ഹദീസിൽ കാണാത്ത പലതും നമുക്ക് സീറയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. അപ്പൊ പ്രധാനമായിട്ട് 2ാമത്തെ സ്രോതസ്സായിട്ട് കടന്നു വരുന്ന ഹദീസാണ്. പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ 6 ഗ്രന്ഥങ്ങളാണ് പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. കുത്തുബു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന 6 ഹദീസ് ഗ്രന്ഥങ്ങളാണ് പ്രധാനമായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളായിട്ട് കടന്നു വരുന്നത്. ചില ആളുകൾ അതിനെ സുഹാഹു സിത്ത എന്നും പറയാറുണ്ട്. അത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. കാരണം ബുഖാരിയിലും മുസ്ലിമിലും അല്ലാത്ത
മറ്റുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം സ്വഹീഹ അല്ലാത്ത ഹദീസുകൾ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ബുഖാരിയെയും മുസ്ലിമിനെയും നമ്മൾ സ്വഹീഹൻ എന്ന് വിളിക്കാനുള്ള കാരണം. കുത്തുബ് സിത്ത എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള 6 ഗ്രന്ഥങ്ങളാണ് പ്രധാനമായിട്ട് കടന്നു വരുന്നത്. ഒന്ന് ബുഖാരി, മുസ്ലിം, അബൂദാവുദ്, തുർമുദി, നസാഇ, ഇബ്നു മാജ. ഈ 6 ഗ്രന്ഥങ്ങളാണ് പ്രധാനപ്പെട്ട 6 ഹദീസ് ഗ്രന്ഥങ്ങൾ. പ്രത്യേകം മനസ്സിലാക്കണം, 6 മാത്രമല്ല, അതല്ലാത്ത നിരവധി വലിയ ബൃഹത്തായിട്ടുള്ള ഹദീസ് ശേഖരങ്ങൾ വേറെയുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും വലിയ ഹദീസ് കളക്ഷനായിട്ട് അറിയപ്പെടുന്ന ഇമാം അഹ്മദ് റഹിമുല്ല, അദ്ദേഹത്തിന്റെ മുസ്നദ്, 40ഓളം വാള്യങ്ങളുള്ള ഇമാം അഹ്മദിന്റെ മുസ്നദ്, അത് മറ്റൊരു ഹദീസ് ഗ്രന്ഥമാണ്. അതേ ഈ മുസ്നദ് തന്നെ ഇമാം അഹ്മദ് റഹിമുല്ല അദ്ദേഹത്തിന് മാത്രമല്ല, അതല്ലാത്ത തന്നെ നിരവധി മുസ്നദുകളുണ്ട്. അതേപോലെ തന്നെ നിരവധി മുസന്നഫുകൾ, മുസന്നഫ് അബ്ദുർ റസാഖ്, അതേപോലെ തന്നെ മുസന്നഫ് ഇബ്നു അബീ ശൈബ, അതേ രൂപത്തിലുള്ള നിരവധി മുസന്നഫുകളും ഇതേ രൂപത്തിൽ കടന്നു വരുന്ന ഹദീസ് ഗ്രന്ഥങ്ങളാണ്. അതേപോലെ തന്നെ ഇമാം മാലിക് റഹിമുല്ല അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് ക്രോഡീകരിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥം അൽ മുവത്വ. അതേപോലെ തന്നെ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഇമാം നബവി റഹിമുല്ല അദ്ദേഹത്തിന്റെ റിയാദുസ് സ്വാലിഹീൻ, അതേപോലെ തന്നെ അർബഈൻ നബവി, ഇതേ രൂപത്തിലുള്ള നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ അതിലൂടെയും പ്രവാചക ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള അതാണ് രണ്ടാമത്തെ സ്രോതസ്സായിട്ട് കടന്നു വരുന്നത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ വിട്ടത്, നമ്മൾ സീറ എത്ര പഠിക്കുന്നു അത്രയും ഹദീസ് നമുക്ക് പ്രിയങ്കരായിട്ട് മാറും എന്നുള്ള. സീറയിലൂടെ ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തറിയുന്ന സന്ദർഭത്തിൽ ഹദീസിനോട് പിന്നീട് ആ പ്രവാചകന്റെ വാക്കുകളോട് പ്രത്യേകമായിട്ട് സ്നേഹം വരും. അത് പഠിക്കാൻ വല്ലാത്തൊരു ആവേശവും സ്നേഹമെല്ലാം നമുക്ക് വരും എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു ഒരു 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 അനുഭവം ഒരു പണ്ഡിതൻ സൂചിപ്പിച്ചത് ഓർക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഹദീസ് നിഷേധിയായിരുന്നു. ചില വിഡ്ഢികളുണ്ട്, അതായത് ഹദീസ് വേണ്ട ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകളുണ്ട്. അതേ രൂപത്തിലുള്ള ഒരു വ്യക്തിയാണ്. എത്ര തെളിവ് കൊടുത്തിട്ടും അംഗീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കില്ല. അവസാനം ഈ പണ്ഡിതൻ ഈ വ്യക്തിക്ക് അദ്ദേഹം ഒരു സീറ ഗ്രന്ഥം നൽകി. അതായത് പ്രവാചകന്റെ ജീവചരിത്രത്തെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സീറ ഗ്രന്ഥം അദ്ദേഹത്തിന് നൽകിയിട്ട് ആത്മാർത്ഥമായിട്ട് അതൊന്ന് വായിക്കാൻ അദ്ദേഹത്തോട് കൽപ്പിച്ചു. പിന്നീട് ആ പണ്ഡിതൻ പറയണം, 1 വർഷത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ വീണ്ടും കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാ അദ്ദേഹം പറഞ്ഞത്. ആ ഗ്രന്ഥം അദ്ദേഹം 15 തവണ വായിച്ചത് മാത്രമല്ല, നിരവധി സീറ ഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യനെ എങ്ങനെയാണ് എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? പ്രവാചകൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന വ്യക്തിയായെന്ന് മാത്രമല്ല, അവസാനം ആ പ്രദേശത്തുള്ള പള്ളിയിൽ ഹദീസ് ക്ലാസ് നിർവഹിക്കുന്ന വ്യക്തിയായിട്ട് അവസാനം അദ്ദേഹം മാറി എന്നുള്ള. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം നമ്മൾ എത്ര പഠിക്കുന്നു അത്രയും നമ്മൾ ഹദീസിനെ ഒരിക്കലും അദ്ദേഹം ചോദ്യം ചെയ്യില്ല. ഹദീസിനെ അദ്ദേഹം സ്നേഹിക്കും, ഹദീസിനെ അദ്ദേഹം അടുത്തറിയുമെന്നുള്ളതാണ്. പ്രവാചക ജീവിതം എത്ര നമ്മൾ എത്ര ആഴത്തിൽ പഠിക്കുന്നു അത്രയും നിങ്ങൾ ഹദീസിനെ സ്നേഹിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. പല ഹദീസ് നിഷേധികളായിട്ടുള്ള ആളുകളും പ്രവാചകനെ അടുത്തറിയാൻ, പ്രവാചകൻ എന്നുള്ള ആ വ്യക്തി അടുത്തറിയാൻ അവര് ശ്രമം നടത്തിയിട്ടുണ്ടാകും. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. മൂന്നാമതായിട്ട് സീറ സ്രോതസ്സുകളായിട്ട് കടന്നു വരുന്നത് സീറക്ക് അതായത് ജീവചരിത്രത്തിന് മാത്രമായിട്ട് രചിക്കപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളാണ്. ആദ്യമായിട്ട് കടന്നു വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെല്ലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അത്തരം രചനകൾ നടന്നിട്ടുണ്ടെന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ 3ാം ഖലീഫയായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനായിരുന്ന അബാൻ ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ താബികളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ. അതായത് താബികളിൽപ്പെട്ട മദീനയിലെ ഏറ്റവും അറിയപ്പെട്ട അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ട 7 പണ്ഡിതന്മാർ, ഫുഖഹാഉ സബ്അ എന്ന പേരിൽ അറിയപ്പെടുന്ന മദീനയിലെ 7 ഫഖീഹ്, അതിൽ ഒരാളായി കടന്നു വരുന്ന ആളാണ് അബാൻ ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഒരു സീറ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഗണത്തിൽ തന്നെ കടന്നു വരുന്ന ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം താബിയാണ്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. അതായത് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു നമുക്കറിയാം അശ്റ മുബശ്ശിറൂൻ, അതായത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഉർവ ബിൻ സുബൈർ. അദ്ദേഹവും അതേ രൂപത്തിലൊരു സീറ ഗ്രന്ഥം രചിച്ചു. അദ്ദേഹത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട്, ഉർവയുടെ ശിഷ്യനായിട്ട് കടന്നു വരുന്ന ഇബ്നു ശിഹാബ് സുഹരി റഹിമുല്ല, അദ്ദേഹത്തിന്റെ കിതാബുൽ മഗാസി എന്നറിയപ്പെടുന്ന ഗ്രന്ഥം, പ്രവാചകന്റെ യുദ്ധചരിത്രത്തെ സംബന്ധിച്ചുള്ള ആ ഒരു ഗ്രന്ഥവും ആദ്യകാലത്ത് രചിക്കപ്പെട്ടു എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അപ്പൊ അവരെല്ലാം സ്വഹാബികളെല്ലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, അതായത് പ്രവാചകന്റെ അനുയായികൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സീറ രചന നടന്നിട്ടുണ്ട് എന്നുള്ള. പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊന്നും ലഭ്യമല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പിന്നീട് കടന്നു വന്ന നിരവധി ഗ്രന്ഥങ്ങളിൽ അതിലുള്ള കണ്ടന്റ് എല്ലാം അവർ ഉൾപ്പെടുത്തിയിട്ടാണ് പിന്നീടുള്ള തുടർന്ന് വരുന്ന ഗ്രന്ഥങ്ങൾ രചിക്കുന്നത്. നമുക്കറിയാം, അതായത് അക്കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ പ്രസ്സും കടലാസുള്ള സൗകര്യമില്ല, പകർത്തി എഴുതുകയാണ് ചെയ്യുന്നത്. ഒരു പണ്ഡിതൻ ഒരു ഗ്രന്ഥം എഴുതി പിന്നീട് ആ നിരവധി ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമായിരുന്ന സന്ദർഭത്തിൽ പിന്നീട് ആദ്യം എഴുതപ്പെട്ട ആ ഗ്രന്ഥം അതിന് പ്രസക്തി നഷ്ടപ്പെടാം. അതേ രൂപത്തിൽ അതിലുള്ള സത്തെല്ലാം പിന്നീട് കടന്നു വന്ന ഗ്രന്ഥത്തിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് എന്നുള്ള. പിന്നീട് കടന്നു വരുന്നത് പ്രധാനമായിട്ട് നമുക്കെല്ലാം സുപരിചിതമായിട്ട്
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ച സീറത്തു ഇബ്നു ഇസ്ഹാഖ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധ ഗ്രന്ഥമാണ്. നമ്മൾ പല ആളുകളും കേട്ടിരിക്കും. അതാണ് പ്രധാനമായിട്ട് കടന്നു വരുന്ന സീറ ഗ്രന്ഥം, ഇബ്നു ഇസ്ഹാഖിന്റെ ചരിത്ര ഗ്രന്ഥം. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 85-ലാണ്. ഹിജ്റ 85 എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ഹിജ്റ 85 പല സ്വഹാബികളും മദീനത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ജാബിർ ബിൻ അബ്ദുള്ള എല്ലാം മരണപ്പെടുന്നത് ഹിജ്റ 90-ലാണ്. ഹിജ്റ 110-ലാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്, അവസാനത്തെ സ്വഹാബി. അതായത് ഹിജ്റ 110 വർഷം വരെ സ്വഹാബികൾ മദീനത്തുണ്ടായിരുന്നു. ഇപ്പൊ ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 85-ലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപക്ഷെ അല്ലാഹു ആലം ഇബ്നു ഇസ്ഹാഖ് പല സ്വഹാബികളെയും നേരിട്ട് കണ്ടിരിക്കണം. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 150-ലാണ്. അപ്പൊ അദ്ദേഹം ഒരു ഗ്രന്ഥം സീറ, അതിബൃഹത്തായിട്ടുള്ള ഒരു സീറ ഗ്രന്ഥം രചിക്കുകയാണ്. 10ലധികം വോള്യങ്ങളുള്ള വലിയൊരു സീറ ഗ്രന്ഥം അദ്ദേഹം രചിച്ചത് ഇസ്നാദോടുകൂടെ, അതായത് ഉദ്ധരിച്ച ആളുകളുടെ പരമ്പര സഹിതമായിരുന്നു അദ്ദേഹം രചിച്ചത് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹം ഗ്രന്ഥം രചിച്ച സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മുൻഗാമികളായിട്ടുള്ള ഉർവ ബിൻ സുബൈർ, അതേപോലെ തന്നെ അബാൻ ബിൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റഹിമഹുല്ലാഹ്, അവരുടെ എല്ലാം ആ ഗ്രന്ഥത്തിലുള്ള സത്ത് ഇബ്നു ഇസ്ഹാഖ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പകർത്തിയിരിക്കണം. അത്രയും വലിയൊരു ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നു. പക്ഷെ അത്രയും വലിയ വോള്യങ്ങളുള്ള ആ ഗ്രന്ഥം കൊണ്ടു നടക്കാനെല്ലാം പ്രയാസമാണ്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരല്പം അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ, അതായത് നേരിട്ടുള്ള ശിഷ്യനല്ല, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ജനറേഷൻ, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയായിട്ട് കടന്നു വരുന്ന ഇബ്നു ഹിഷാം, നമുക്കറിയാം, അതായത് അബൂ മുഹമ്മദ് അബ്ദുൽ മലിക് ഇബ്നു ഹിഷാം എന്നറിയപ്പെടുന്ന മറ്റൊരു പണ്ഡിതൻ കടന്നു വരികയാണ്. അദ്ദേഹം മരിക്കുന്ന ഹിജ്റ 213-ലാണ്. അദ്ദേഹം ഈ ഇബ്നു ഇസ്ഹാഖിന്റെ സീറ ഗ്രന്ഥം വെട്ടിച്ചുരുക്കി അതൊരു ചെറിയ ഗ്രന്ഥമായിട്ട് അദ്ദേഹം ക്രോഡീകരിച്ചു എന്നുള്ള, ആ ഗ്രന്ഥമാണ് ഇന്ന് പ്രധാനമായിട്ട് സീറ ഗ്രന്ഥമായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്തെന്താന്ന് വെച്ചാൽ, ഇബ്നു ഇസ്ഹാഖിന്റെ ആ 10ലധികം വോള്യങ്ങൾ വരുന്ന ആ ഗ്രന്ഥത്തിൽ അതിൽ ഒരുപാട് ഡീറ്റെയിൽ എല്ലാം, അതായത് അനാവശ്യമായിട്ടുള്ള നിരവധി ഡീറ്റെയിൽ എല്ലാം ഒഴിവാക്കി അതിനൊന്ന് ചുരുക്കിയിട്ട് അദ്ദേഹം 4 വോള്യത്തിലേക്ക് കൊണ്ടുവന്നു. നമുക്കറിയാം ഇബ്നു ഹിഷാമിന്റെ സീറ ഗ്രന്ഥം, സീറത്തു നബവിയ്യ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം 4 വോള്യങ്ങളിലായിട്ട് നമുക്ക് ലഭിക്കും. അതാണ് പ്രധാനമായിട്ട് സീറക്ക് അവലംബമായിട്ട് പണ്ഡിതന്മാർ ഉപയോഗിക്കാറുള്ളത്. അതാണ് പ്രധാനമായിട്ട്, അതിന്റെ സൈസ് ചുരുക്കം മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതല്ലാതെ തന്നെ നിരവധി സീറ ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം ഭാഷയിൽ, അറബി ഭാഷയിൽ താരിഖു തബ്രി, അതേപോലെ തന്നെ ഇബ്നു സഅദിന്റെ തബഖാത്തുകൾ, അതേപോലെ തന്നെ ഇമാം ഇബ്നു കസീർ, ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ബിദായ വൻ നിഹായ എന്നറിയപ്പെടുന്ന മൊത്തം ചരിത്രം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള ആ മൊത്തം ചരിത്രത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്നറിയപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഗ്രന്ഥം, അതായത് അതെല്ലാം ക്ലാസിക്കൽ സീറ ഗ്രന്ഥങ്ങൾക്കുള്ള ഉദാഹരണമാണ്. അതല്ലാതെ ഇതാണ് രണ്ടാമതായിട്ട് കടന്നു വരുന്നത്. അതായത് മൂന്നാമതായിട്ട് കടന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സീറക്ക് വേണ്ടി മാത്രമായിട്ട് രചിക്കപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ. നാലാമതായിട്ട് കടന്നു വരുന്ന സീറ ഗ്രന്ഥങ്ങളുടെ സ്രോതസ്സുകൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒന്നാമതായിട്ട് കടന്നു വരുന്നത് പരിശുദ്ധ ഖുർആൻ, രണ്ടാമതായിട്ട് കടന്നു വരുന്നത് ഹദീസുകളാണ്, മൂന്നാമതായിട്ട് സീറക്ക് വേണ്ടി മാത്രമായിട്ട് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇബ്നു ഇസ്ഹാഖിന്റെയും ഇബ്നു ഹിഷാമിന്റെയും എല്ലാം ചരിത്ര, അതേപോലെ നിരവധി മഗാസി ഗ്രന്ഥങ്ങളെല്ലാം നേരത്തെ പറഞ്ഞു. ആ ഗണത്തിൽ വരുന്ന നാലാമത്തെ കാറ്റഗറിയാണ് ശമാഇൽ ഗ്രന്ഥങ്ങൾ. അതായത് ശമാഇൽ എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവ പെരുമാറ്റ ശീലങ്ങളെ കുറിച്ചുകൊണ്ട് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമാം തുർമുദിയുടെ ശമാഇൽ തുർമുദി, അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്റെ സ്വഭാവ പെരുമാറ്റങ്ങളെ ശീലങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് രചിക്കപ്പെട്ട ഗ്രന്ഥം. ആ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു പ്രസിദ്ധ ഗ്രന്ഥമാണ് ഖാദി ഇയാദ്, അദ്ദേഹത്തിന്റെ ഷിഫ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം, ഷിഫ ബി തഅരീഫ് ഹുഖൂഖ് അൽ മുസ്തഫ എന്നറിയപ്പെടുന്ന പ്രസിദ്ധ ഗ്രന്ഥം. അതാണ് നാലാമത്തെ കാറ്റഗറി. അഞ്ചാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് രചിക്കപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ. അതായത് പ്രവാചകന്റെ മുഅ്ജിസത്തുകൾ മാത്രം കളക്ട് ചെയ്തുകൊണ്ട് നിരവധി രചനകൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രസിദ്ധമായിട്ട് കടന്നു വരുന്നതാണ് ഇമാം ബൈഹഖിയുടെ ദലായിലുൻ നുബുവ എന്നറിയപ്പെടുന്ന പ്രസിദ്ധ ഗ്രന്ഥം, 12ഓളം വോള്യങ്ങളുള്ള പ്രസിദ്ധമായിട്ട് ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥം. അതാണ് അഞ്ചാമത്തെ കാറ്റഗറി. അത് അവസാനമായിട്ട് നിരവധി ആളുകൾ മക്കയുടെയും മദീന ഹറമൈന്റെ ചരിത്രം സൂചിപ്പിച്ചുകൊണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മക്കയുടെയും മദീനയുടെ എല്ലാം ചരിത്രം രചിക്കുന്ന സന്ദർഭത്തിൽ അതിൽ സ്വാഭാവികമായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഡീറ്റെയിലുകൾ അതിൽ സൂചിപ്പിക്കും. അത്തരത്തിൽ രചിക്കപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ. ഇപ്പൊ ഹിജ്റ 250 മരണപ്പെട്ട അബ്ദുൽ വലീദ് അൽ അസ്റഖിയുടെ താരീഖു മക്ക എന്നറിയപ്പെടുന്ന ഗ്രന്ഥം പോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ അതേ രൂപത്തിലാണ് അടുത്ത കാറ്റഗറി ആയിട്ട് വരുന്നത്. ഈ രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളാണ് സീറക്ക് വേണ്ടി നമ്മൾ സ്രോതസ്സുകളായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇതെല്ലാമാണ് ക്ലാസിക്കൽ സീറ ഗ്രന്ഥങ്ങൾക്കുള്ള ചില ഉദാഹരണങ്ങൾ. അതായത് പുരാതന കാലത്ത് രചിക്കപ്പെട്ട സീറ ഗ്രന്ഥങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. ഇപ്പൊ ഇവയെല്ലാം വെച്ചിട്ട്, അതായത് ക്ലാസിക്കൽ സ്രോതസ്സുകൾ വെച്ച്
ആധുനിക കാലത്തും അതിമനോഹരമായിട്ടുള്ള സീറ ഗ്രന്ഥങ്ങൾ പല ആളുകൾ രചിച്ചിട്ടുണ്ട്. പല പണ്ഡിത ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുള്ള ആളുകൾ വ്യത്യസ്ത ഭാഷയിൽ നിരവധി പ്രവാചക ചരിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധമാണ് ഇപ്പൊ നമുക്കറിയാം മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിന്റെ പ്രവാചക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട ഗ്രന്ഥം മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സുലൈമാൻ നദവി റഹിമുല്ല, അതേപോലെ തന്നെ അബുൽ ഹസൻ അലി നദവി റഹിമുല്ല, അതേപോലെ തന്നെ പിക്താല് പരിശുദ്ധ ഖുർആൻ പരിഭാഷ ചെയ്ത് അദ്ദേഹത്തിന്റെ എല്ലാം പ്രവാചകന്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ലഭ്യമാണ്. ഇതേ രൂപത്തിൽ ആധുനിക കാലത്ത് രചിക്കപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ, അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും ആകർഷണീയമായിട്ടെന്ന് തോന്നിയ അതിമനോഹരമായിട്ട് വ്യക്തിപരമായിട്ട് ഏറെ സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള സഫീർ റഹ്മാൻ മുബാറക് പൂരി അദ്ദേഹത്തിന്റെ റഹീഖ് അൽ മഖ്തൂം എന്നറിയപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രന്ഥം. അതായത് ഈ ഒരു പരമ്പരയിൽ ഇൻഷാ അല്ലാഹ് പ്രധാനമായിട്ടും നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി ആ ഗ്രന്ഥത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വളരെ അടുക്കും ചിട്ടയോടുകൂടെ ആധികാരികമായിട്ട് വലിച്ചു നീട്ടലില്ലാതെ മനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ റഹീഖ് അൽ മഖ്തൂം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. അത് ഇംഗ്ലീഷിലേക്ക് സീൽഡ് നെക്ടാർ എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, മലയാളത്തിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ആ ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നതിന് മുമ്പ് അത് ഗ്രന്ഥത്തിന്റെ പിന്നിലൊരു മനോഹരമായിട്ടുള്ള ചരിത്രമുണ്ട്. 1979 സൗദി അറേബ്യയിൽ മുസ്ലിം വേൾഡ് ലീഗ്, അതായത് റാബിത്ത അൽ ആലം ഇസ്ലാമിയ, അവരൊരു മത്സരം സംഘടിപ്പിച്ചു. അതായത് സീറ ഗ്രന്ഥരചന മത്സരം, പ്രവാചകന്റെ ചരിത്രം ആധുനിക കാലത്തിന് അനുയോജ്യമായിട്ട് രൂപത്തിൽ, ഈ ഒരു കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് ആർക്ക് രചിക്കാൻ സാധിക്കും, അതായിരുന്നു മത്സരം. അതിൽ ലോകത്തുള്ള ഏതൊരു പണ്ഡിതനും പങ്കെടുക്കാൻ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തു നിന്നായിരുന്നു 400-ലധികം പണ്ഡിതന്മാർ, അതിൽ 400ഓളം സീറ ഗ്രന്ഥങ്ങൾ ആ ഒരു വർഷം രചിക്കപ്പെട്ടു എന്നുള്ള 400ഓളം സീറ ഗ്രന്ഥങ്ങൾ വ്യത്യസ്ത ഭാഷയിൽ ആ ഒരു വർഷം രചിക്കപ്പെട്ടു. ആ 400 ഗ്രന്ഥങ്ങളിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ഗ്രന്ഥമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥമാണ് ഈ റഹീഖ് അൽ മഖ്തൂം എന്നറിയപ്പെടുന്ന ഈ പ്രസിദ്ധ ഗ്രന്ഥം. സുബ്ഹാനല്ലാഹ്. അത് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇന്ത്യക്കാരനാണ്, പക്ഷെ അദ്ദേഹം ആ ഗ്രന്ഥം രചിച്ചത് അറബി ഭാഷയിലാണ്. ചിന്തിച്ചു നോക്കുക, അറബി ഭാഷയിലാണ് ആ ഗ്രന്ഥം രചിച്ചത്. എന്നിട്ടാണ് അതിൽ ബെസ്റ്റ് ഗ്രന്ഥമായിട്ട് അവർ തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥരചനയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പങ്കുവെച്ച മനോഹരമായിട്ട് ചില സംഭവങ്ങൾ ഓർക്കണം. അവർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു ഗ്രന്ഥ രചിക്കുന്ന സന്ദർഭത്തിൽ 4 മാസത്തോളം അദ്ദേഹം വീട്ടിലുള്ള ലൈബ്രറിയിൽ മാത്രമായിരുന്നു അദ്ദേഹം. അതായത് വീട്ടിൽ ആ ലൈബ്രറിയിൽ നിന്ന് അദ്ദേഹം പ്രാഥമിക ആവശ്യങ്ങൾക്കും നമസ്കാരത്തിനും ഭക്ഷണം കഴിക്കാനും മാത്രമായിരുന്നു പുറത്തിറങ്ങിയത്. 4 മാസം അവിടെ ഇരുന്നിട്ടാണ് ആ ഗ്രന്ഥം രചിച്ചത് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതാണ് മനോഹരമായിട്ടുള്ള ആധുനിക കാലത്ത് രചിക്കപ്പെട്ട ഏറ്റവും മനോഹരം തോന്നിയ മറ്റൊരു ഗ്രന്ഥം. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സീറ ഗ്രന്ഥമായിട്ട് തോന്നിയത് മാർട്ടിൻ ലിങ്സിന്റെ അദ്ദേഹത്തിന്റെ മുഹമ്മദ് ഹിസ് ലൈഫ് ബേസ്ഡ് ഓൺ ഏർലിയസ്റ്റ് സോഴ്സ് എന്നറിയപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രന്ഥം, മനോഹരമായിട്ടുള്ള രചന, ഏറെ ആകർഷണീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രചന. കാരണം എന്താണെന്ന് വെച്ചാൽ ഭാഷയിൽ അദ്ദേഹത്തിന്റെ കഴിവാണ്. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് പ്രൊഫസറാണ് മാർട്ടിൻ ലിങ്സ്. അദ്ദേഹത്തിന്റെ ആ ഭാഷാ കഴിവ് വെച്ച് അതിമനോഹരമായിട്ട് അദ്ദേഹം രചന നടത്തിയതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സീറ ഗ്രന്ഥം. പക്ഷെ അതിൽ അബദ്ധവശാൽ 1-2 ചില കഥകൾ അതിൽ സൂചിപ്പിക്കപ്പെട്ട, അതായത് ചില ഉദ്ധരണികൾ അദ്ദേഹം തെറ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. 2-3 സംഭവങ്ങൾ ഒഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ് സീറ ഗ്രന്ഥമായിട്ട് ഇംഗ്ലീഷിൽ അറിയപ്പെട്ട ഗ്രന്ഥമാണ് മാർട്ടിൻ ലിങ്സിന്റെ ആ ഗ്രന്ഥം. അതും ഇംഗ്ലീഷ്, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് വായിക്കേണ്ട ആവശ്യം കൂടെയില്ല. യൂട്യൂബിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓഡിയോ ബുക്സിന്റെ സ്രോതസ്സുകളുണ്ട്. 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മാർട്ടിൻ ലിങ്സിന്റെ ഗ്രന്ഥത്തിന്റെ ഓഡിയോ സ്രോതസ്സും അത് യൂട്യൂബിൽ ലഭ്യമാണ്. അതാണ് ആധുനിക കാലത്തുള്ള ചില സ്രോതസ്സുകൾ. അവസാനമായിട്ട് നമ്മൾ ഏറ്റവും ആധുനികമായിട്ട് ഇപ്പൊ നമ്മൾ യൂട്യൂബിലെല്ലാം ഇതേ രൂപത്തിലുള്ള നിരവധി ലെക്ചറുകളുണ്ട്. അതും സീറയ്ക്ക് വേണ്ടി ഞാനിവിടെ ഈ പറയാൻ പോകുന്ന നമ്മുടെ സീറയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ തുടക്കത്തിൽ ഇത് പറയുന്നത്. ഏറ്റവും മനോഹരമായിട്ട് ശ്രദ്ധയിൽപ്പെട്ട ലോകപ്രശസ്തനായിട്ടുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹം അറബി ഭാഷയിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത്, ഇപ്പൊ നമുക്കറിയാം ഡോക്ടർ താരിഖ് സുബൈദാൻ, കുവൈത്തുകാരനായിട്ടുള്ള വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള താരിഖ് സുബൈദാൻ, അദ്ദേഹത്തിന്റെ സീറത്തു നബവിയ എന്നറിയപ്പെടുന്ന പരമ്പര 22 ഭാഗങ്ങളുള്ള മനോഹരമായിട്ടുള്ള പ്രവാചകന്റെ സീറ ചരിത്രം, അതും യൂട്യൂബിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഡോക്ടർ യാസിർ ഖാരി, അദ്ദേഹത്തിന്റെ അതിമനോഹരമായിട്ടുള്ള സീറ പരമ്പര, 100-ലധികം ഭാഗങ്ങളുള്ള മനോഹരമായിട്ടുള്ള സീറ. അതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ നാസർ, അതും അമേരിക്കക്കാരനായിട്ടുള്ള പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ 180-ലധികം ഭാഗങ്ങൾ വരുന്ന സീറ പരമ്പര, കലം ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ സീറ പരമ്പര യൂട്യൂബിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ നിരവധി, ഇപ്പോൾ ഷെയ്ഖ് ഹംസ യൂസുഫ്, അദ്ദേഹത്തിന്റെ 40ഓളം എപ്പിസോഡുകളുള്ള സീറ പരമ്പര, അതേപോലെ തന്നെ ഷെയ്ഖ് മുഫ്തി മംഗ്, അദ്ദേഹത്തിന്റെ 30 ഭാഗങ്ങളുള്ള സീറ പരമ്പര, അതെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ കഴിയുന്നത്ര അത്തരം സ്രോതസ്സുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗം മുതൽ നമ്മൾ നടത്തുന്നത്. അതായത് വ്യത്യസ്ത മുത്തുകളെടുത്ത് ഒരു മാലയിലേക്ക് കോർക്കാനുള്ള ശ്രമം മാത്രമാണ്
നമ്മുടെ ഈ ഒരു സീറ പരമ്പരയിൽ നമ്മൾ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ആദ്യ ഭാഗമാണ് ഈ ഒരു ഇതോടുകൂടെ പൂർത്തിയാകുന്നത്. ആദ്യത്തിൽ നമ്മൾ സീറയുടെ പ്രാധാന്യം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതകൾ അതെല്ലാം പറഞ്ഞ് ആദ്യത്തെ 3 ഭാഗങ്ങൾ ആമുഖം മാത്രമായിരിക്കും. 4ാമത്തെ ഭാഗം മുതൽ നമ്മൾ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പുള്ള ആ മക്കയുടെ ചരിത്രം പറയും. അതിനെല്ലാം ശേഷം പിന്നീട് 5 or 6 ഭാഗത്ത് നഗരത്തിൽ പ്രവാചകന്റെ ജീവിതം അതെല്ലാം വളരെ വിശദമായിട്ട് കഴിയുന്നത്ര സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. അതിന് പ്രധാനമായിട്ട് വേണ്ടത് ശ്രോതാക്കളായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഈ ഒരു പരമ്പര പൂർത്തിയാക്കാൻ, അതായത് പ്രവാചകന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും കഴിയുന്നത്ര ആഴത്തിൽ അത് പഠിച്ചെടുക്കാനും ആ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് ജീവിതത്തെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.